മലയുടെ മുകളിൽ ചെന്നപ്പോ ഒരു കറുത്ത പാറയാണ്. ആ പാറയാണ് വിശ്വാസം. അവിടെ ഒരു ആൽമരമുണ്ട്. ആൽമരത്തിൽ ജനം കയറുക തല കീഴായി കെട്ടി തൂങ്ങി കിടക്കുക. എന്നിട്ട് കല്ല് കൊണ്ട് ശരീരം മുറുക്കിയാണ്, ഇടിച്ചു മുറിക്കുമ്പോൾ രക്തം ഇങ്ങനെ ഒഴുകി ഈ കറുത്ത പാറയിൽ വീഴുമ്പോൾ പാപം ക്ഷമിക്കപ്പെടുകയാണ്. ഞാൻ ചെന്ന് കയറുമ്പോ തല കറങ്ങി വീണു. ഞാൻ രക്തമഴ പോലെ നൂറുകണക്കിന് പേര് ആൽമരത്ത് തലകീഴായി തൂങ്ങിക്കിടക്കുവാൻ രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ്. പാറയിൽ ഒഴുകി ആ ബ്ലഡ് ചെറിയ ഒരു ഒഴുക്ക് പോലെ ഒഴുകി അടുത്ത നദിയിലേക്ക് പോവുകയാണ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജ്മോഹൻ അവർകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജ്മോഹൻ അവർകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദേവാസനെ. പ്രൈസ് ലോർഡ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡൽഹി ദ്വാരകയിൽ നിന്ന്. എൻ്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ഡൽഹിയിലായിരിക്കും, ദ്വാരകയിലായിരിക്കും. ഈ ഒരു അവസരം നൽകിയ കർത്താവിനും അരോമ ടിവിക്കും എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശു നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ദൈവപ്രവൃത്തികളുടെ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്നെ കേൾക്കുന്ന അനേകരുടെ ലൈഫ് ജീവിതത്തിനകത്ത് വലിയ എൻകറേജ്, ഒരു പ്രോത്സാഹനത്തിനും പ്രത്യാശയ്ക്കും ബലത്തിനും കാരണമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് ഒത്തിരി അടുത്തിരിക്കാൻ നമുക്ക് കർത്താവിന് വേണ്ടി അധികം പ്രേരണപ്പെടുവാൻ, കുറച്ചൊരു തീഷ്ണതയോടുകൂടി കർത്താവിനെ നിൽക്കുവാൻ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉള്ള വ്യക്തിയാണ്. 24 വർഷങ്ങളായിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലാണ്. തിരുവനന്തപുരത്ത് ഒരു യേശുക്രിസ്തുവിനെ അറിയത്തില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ എൻ്റെ പപ്പയുടെ സഹോദരിമാർ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ PD ജോൺസൺ പാസ്റ്റർ അങ്കിൾ അവരൊക്കെ ശുശ്രൂഷിക്കുന്ന സമയം, ട്രിവാൻഡ്രത്ത് ആദ്യമായി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭകൾ ആരംഭിക്കുന്ന സമയം, കോശി വൈദ്യൻ സാറ് തുടങ്ങിയ അദ്ദേഹമൊക്കെ ചർച്ച് പ്ലാന്റിങ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ പപ്പയുടെ 2 സഹോദരിമാർ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരികയും രക്ഷിക്കപ്പെടുകയും ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഭവനം, എൻ്റെ വീട്, എൻ്റെ പിതാവ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പടിയടച്ച് പിണ്ടം വെച്ചു, ചാണകം തെളിച്ച് വീട് ശുദ്ധീകരണം ചെയ്തു. അത്രയും പ്രതികൂലമായി, വിരോധമായി നിന്നിരുന്ന കുടുംബങ്ങളായിരുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ. ആ 2 സഹോദരിമാരെയും പിന്നത്തേതില് 2 പാസ്റ്റേഴ്സ് കല്യാണം കഴിക്കുകയും അവര് കർത്താവിന്റെ വേലയ്ക്കകത്ത്, ഒരാൾ അസംബ്ലീസ് ഓഫ് ഗോഡിലും ഒരാൾ IPCയിലുമായി കർത്താവിന്റെ വേലയിൽ അവരിപ്പോഴും ആയിരിക്കുന്നു. പക്ഷെ ഞാൻ വലുതായി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു അങ്കിള് എന്നെ സമീപിക്കുകയും എന്നോട് കൂടുതലായിട്ട് കർത്താവിനെ കുറിച്ച് പറയുകയും ബൈബിൾ തരികയും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഞാൻ ചർച്ചിനകത്ത് വളരെ ആക്റ്റീവ് ആകാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ചർച്ചിൽ പോകാൻ പെർമിഷൻ ഇല്ലായിരുന്നു. എൻ്റെ പിതാവ് എനിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ സ്കൂൾ കട്ട് ചെയ്ത് ചർച്ചിൽ പോയി, അത് പിടിക്കപ്പെട്ടു. എൻ്റെ പുസ്തകമെല്ലാം വലിച്ചെറിഞ്ഞു. റേഷൻ കാർഡിൽ നിന്ന് എൻ്റെ പേര് പപ്പ ഇങ്ങനെ വെട്ടി, എനിക്ക് ഒരു മകനില്ല എന്ന് പറഞ്ഞു. എൻ്റെ പപ്പയ്ക്ക് 2 മക്കളാണ്, ഞാനും എൻ്റെ സിസ്റ്ററും. പക്ഷെ പിന്നത്തേതില് എന്നെ അവര് അക്സെപ്റ്റ് ചെയ്തു. ചെറുപ്പത്തിൽ എനിക്കൊരു അസുഖം ഉണ്ടായി. ആ അസുഖം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനകത്ത്
ഓൾമോസ്റ്റ് വെന്റിലേറ്ററിൽ ഡോക്ടർമാരെല്ലാം കൈവിട്ട ഒരു സമയം ഉണ്ടായി. ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു. എൻ്റെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ബ്ലാസ്റ്റായി. ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു അഭിഷേകത്തിന് പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതും എനിക്ക് കർത്താവിലേക്ക് വരാൻ ഒരു കാരണമായി തീർന്നു. പിന്നത്തേതിൽ ഞാൻ ചർച്ചിനകത്ത് വളരെ ആക്റ്റീവായി നിൽക്കുവാൻ കർത്താവിനെ സഹായിച്ചു. വിദ്യാഭ്യാസം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചർച്ചിനകത്ത്, പ്രത്യേകിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനകത്ത് സൺഡേ സ്കൂൾ പ്രോഗ്രാംസിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുവാൻ കർത്താവിനെ സഹായിച്ചു. ആ സമയത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. 1998 ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടു. വീട്ടുകാരോടൊന്നും പറയാതെ ഞാൻ സ്നാനപ്പെട്ടതെങ്കിലും സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. KJ മാത്യു സാറാ എനിക്ക് സ്നാനം നൽകിയത്. എന്നെ അദ്ദേഹം ഒത്തിരി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിൽ. അങ്ങനെ ആ സമയങ്ങളിൽ എൻ്റെ അന്നത്തെ സൺഡേ സ്കൂൾ ക്യാമ്പുകളും അന്നത്തെ പ്രസംഗങ്ങളും ഒക്കെ ഈ മിഷൻ ചലഞ്ച് ഉണ്ടാകുമായിരുന്നു. മിഷൻ ചലഞ്ച്, കർത്താവിന് വേണ്ടി ആര് പോകും, നോർത്ത് ഇന്ത്യയിൽ ആര് പോകും, സുവിശേഷം കേട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടി ആര് പോകും എന്നുള്ള മിഷൻ ചലഞ്ചുകൾ അന്നത്തെ സൺഡേ സ്കൂൾ ക്യാമ്പുകളിലും അന്നത്തെ പ്രസംഗങ്ങളൊക്കെ ഞാൻ പിന്നെ കേൾക്കുമായിരുന്നു. ഒരു പ്രസംഗ വിഷയം കർത്താവിന്റെ വരവായിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ മിഷൻ ചലഞ്ച് എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് കയറി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഒരിക്കൽ ഞങ്ങളുടെ ടീച്ചർ, ഞങ്ങളുടെ പ്രൊഫസറും ചോദിച്ചു, നിങ്ങൾക്കെല്ലാം എന്താകാൻ ആഗ്രഹം? ഓരോരുത്തരും അവരുടെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു ക്രിസ്ത്യൻ മിഷണറി ആകണം, യേശുവിന്റെ ഈ സുവിശേഷമായി. അപ്പം നിങ്ങൾ ആ ബഹളം ഉണ്ടാക്കുന്ന പെന്തക്കോസ്തരാന്ന് ചോദിച്ചു. അപ്പം എനിക്കത് എന്നെ ഒരു കളിയാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും എനിക്കതൊരു പ്രയാസമായിരുന്നില്ല. അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കാൻ എനിക്ക് ആ സമയം മുതലേ കർത്താവ് സഹായിച്ചു. ഞാൻ ശരിക്കും നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത് സുവിശേഷ വേലക്കാരനായിട്ടല്ല. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി, എൻ്റെ ഫാദർ നന്നായി മദ്യപിക്കുമായിരുന്നു. ഒത്തിരി സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം മദ്യപാനം കാരണം എല്ലാം നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം തകർന്ന് ആ സമയത്ത് എൻ്റെ വീട്ടിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഞാൻ ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ് നോർത്തിലേക്ക് വരുന്നത്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ അന്ന് ഉത്തർപ്രദേശിലുള്ള ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ഞാൻ വന്നു. പിന്നെ അവിടെ ഗോളിയാറിലെ സ്കൂളിൽ ഞാൻ അല്പസമയങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് കർത്താവ് എന്നോട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് കർത്താവിനോട് സംസാരിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചതാണ്. നോർത്ത് ഇന്ത്യയിൽ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷമായി പോകുമെന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരുന്നു. ഈ സമയത്ത് കർത്താവ് എനിക്കൊരു വിഷൻ തന്നു, രാത്രി ഒരു സ്വപ്നം തന്നു. ആ സ്വപ്നത്തിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. അത് കണ്ട ഉടനെ ആ സ്കൂളിലെ പ്രിൻസിപ്പലുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹവും ആ സമയത്ത് ആ വർഷം തന്നെ ജോബ് റിസൈൻ ചെയ്ത് അദ്ദേഹം ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു. അതേ ടൈം ഞാനും റിസൈൻ ചെയ്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഒരു വർഷം ഒരു ബൈബിൾ സ്കൂളിൽ, ഗ്രേറ്റർ നോയിഡയിൽ ഒരു ബൈബിൾ സ്കൂളിൽ ട്രെയിനിങ് ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അത് ടോട്ടലി മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. 100% മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. നല്ല പവർഫുൾ ട്രെയിനിങ് ആയിരുന്നു. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിൽ ആരും തന്നെ അങ്ങനത്തെ ഒരു ട്രെയിനിങ് കൊടുത്താൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ടഫ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. പക്ഷേ അത് വളരെ പ്രയോജനം ചെയ്തു. ആ ഒരു വർഷത്തെ ട്രെയിനിങ് പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യാനും ആരോടും സുവിശേഷം പറയാൻ, ഏത് കഷ്ടത സഹിക്കാനും, എവിടെ വരെ പോകാനും ഒക്കെ ഉള്ളൊരു ട്രെയിനിങ് അതിനകത്തുനിന്ന് ലഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. സോ അവിടെ നിന്നാണ് എൻ്റെ സുവിശേഷ യാത്ര ഞാൻ ആരംഭിക്കുന്നത്. ഞാൻ ഉത്തർപ്രദേശിൽ ആദ്യമായി സുവിശേഷപരമായി കടന്നു പോകുവാൻ, പല ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ കർത്താവിനെ സഹായിച്ചു. അതിനുശേഷം ഉത്തരാഖണ്ഡിലേക്ക് വരുവാൻ കർത്താവിനെ സഹായിച്ചു. പിന്നെ നേപ്പാളിലായിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ആ ഒരു 8 വർഷങ്ങൾ, 8 വർഷത്തെ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് കുറച്ചൊരു വിശദമായി പറയാം. 8 വർഷത്തിനകത്ത് 3 ഷർട്ടും 2 പാന്റും. എന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും എന്നെ കളിയാക്കി പറയാറുണ്ട്, പപ്പയുടെ 3 ഷർട്ടും 2 പാന്റും എന്നും പറയാറുണ്ടല്ലോ. ഞാൻ അവരോട് പറയും, ഞാൻ എന്നും പറയും, അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. 8 വർഷങ്ങൾ 3 ഷർട്ട് 2 പാന്റ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വചനം ശരിക്കും ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. മിഷൻസിനെ അറിയത്തില്ല, ഒത്തിരി പാസ്റ്റേഴ്സിനെ പരിചയമില്ല, ചർച്ചുകളെ പരിചയമില്ല, സഹായിക്കാൻ ആരുമില്ല, ആരോടും പറയാൻ ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ല. പക്ഷേ കർത്താവിന്റെ സാക്ഷ്യവുമായിട്ട് സുവിശേഷവുമായിട്ട് പല ഗ്രാമങ്ങളിൽ, ഒരുപാട് ഗ്രാമങ്ങളിൽ ആദ്യമായിട്ട് സുവിശേഷം പറയാൻ ഉള്ള ഭാഗ്യം ആ സമയങ്ങളിൽ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ 15 വർഷങ്ങളായിട്ട് ഡൽഹിയിലാണ്. അതിന് മുമ്പത്തെ സമയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ സമയങ്ങളാണ്. വളരെ വിചിത്രമായെന്ന് തോന്നുന്ന, ഒരുപക്ഷെ വിശ്വസിക്കാൻ പ്രയാസമായി തോന്നുന്ന, എന്നാൽ ഒത്തിരി സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന, പ്രകൃത്യാതീതമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കർത്താവ് എന്നെ നടത്തിയത്. കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന്റെ പ്രത്യേകത, എനിക്കെന്ന് ആശ്രയിക്കാൻ വേറെ ആരുമില്ല. പൈസയില്ല, മനുഷ്യരില്ല, സംഘടനകളില്ല, ഓർഗനൈസേഷൻസ് ഇല്ല, സപ്പോർട്ടില്ല. അപ്പോ എന്റെ ഏക ആശ്രയം എന്റെ വീട്ടിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല. സോ എനിക്ക് ഏക ആശ്രയം കർത്താവായതുകൊണ്ട് ആ ആശ്രയത്തിലൂടെയുള്ള അനുഭവങ്ങൾ ഭയങ്കരമായിരുന്നു. അസാധാരണ അനുഭവങ്ങളിലൂടെ കർത്താവ് നടത്തി. ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷവുമായിട്ട് പോകുവാൻ കർത്താവിന്റെ വേലയായി യേശുവിനെ കുറിച്ച് പറയാൻ കർത്താവ് സഹായിച്ചു. ആദ്യമൊക്കെ ഒരു ഡോളൊക്കെ കഴുത്തിൽ തൂക്കിയിട്ട് ആ ഡോളൊക്കെ ഇങ്ങനെ അടിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് പാട്ട് പാടുമായിരുന്നു. ഈ പഠനം അറിയത്തില്ല, അടിക്കാനും അറിയത്തില്ല, പക്ഷെ അറിയാന്നുള്ളത് പോലെ 2 പാട്ട് അറിയാം, 2 പാട്ടങ്ങ് പാടും. ആൾക്കാർ കൂടുമ്പോ ഒരു വലിയ ഗ്രേസ് എനിക്ക് കിട്ടിയത്, ഞാനിങ്ങനെ പാട്ടുപാടി ഇങ്ങനെ ഡോളൊക്കെ അടിക്കുന്ന സമയത്ത് ആൾക്കാരുടെ അകത്തുനിന്ന് പിശാചിളകുമായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര ബലമായിരുന്നു. ബലം ഇൻ ദ സെൻസ്, ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്നെ ഇവിടെ ആർക്കും അറിയത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പിശാചിനെങ്കിലും മനസ്സിലായല്ലോ എന്ന് ചിന്തിക്കുമായിരുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് കാരണം ഞാൻ എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെ പാട്ടുപാടി ഡോളൊക്കെ അടിച്ച് അതിനുശേഷം ഞാൻ സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. അന്ന് അങ്ങനെ ചെയ്യുന്ന മറ്റ് അനേക ആൾക്കാരെ ഞാൻ ആ സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ രാത്രിയിൽ കണ്ടതാണ്, ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് മാജിക് കാണിക്കുക. ആ മാജിക് ഷോ കാണിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ഓടിക്കൂടി. അതിനുശേഷം അദ്ദേഹം ആൾക്കാർ കൂടിയപ്പോൾ നിന്ന് പ്രസംഗിക്കുകയാണ്. സുവിശേഷം മൊത്തം പ്രസംഗിച്ചിട്ട് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി ഒറ്റപ്പോക്ക് അദ്ദേഹം പോയി. അപ്പൊ അത്തരം സീനുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. ഇപ്പോ വളരെ ക്രിയേറ്റീവായിട്ട്, വ്യത്യസ്തമായിട്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ ആ സമയങ്ങളിൽ കർത്താവ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. പല ഗ്രാമങ്ങളിലും ആദ്യമായിട്ട് പോകുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. 1-2 അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാം. ഒരിക്കലും ഒരു ഗ്രാമത്തിൽ ഞാൻ പ്രസംഗിക്കാം. ഒരു 10-200 പേരെങ്കിലും കൂടിയിട്ടുണ്ട്. ഞാന് യേശു രക്ഷിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു, യേശു നല്ലൊരു ലൈഫ് തരും, മദ്യപാനം, നശ അല്ലെങ്കിൽ ഡ്രഗ്സ്, ഇതിനകത്തുനിന്നെല്ലാം കർത്താവ് വിടുവിക്കും. അപ്പൊ അവിടെ എല്ലാവരും ഈ ജോപ്പടി ഇൻ ദ സെൻസ് കുടില് കെട്ടി താമസിക്കുന്ന ഒരു നദിയുടെ സൈഡിൽ വളരെ പാവപ്പെട്ട ദലിതന്മാരാണ്. പക്ഷെ എല്ലാവരും കുടിയന്മാർ, എല്ലാവരും ഡ്രഗ്സ് എടുക്കുന്ന ഒരു പ്രത്യേക ഒരു ചെടിയുണ്ട്. ആ ഇല ഇങ്ങനെ അവർ മണപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക നശയാണ്, ഡ്രഗ്സ് ആണ്, അവർ മയക്കുമരുന്നാണ്. അപ്പൊ അതിനകത്ത് എല്ലാവരും മദ്യപിക്കുന്നവരും അങ്ങനെ തകർന്ന ഒരു ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗിക്കാം. അപ്പൊ ആരും റെസ്പോണ്ട് ചെയ്തില്ല. അന്ന് ഒരു പിശാച് ഇളകിയില്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എല്ലാവരും കേൾക്കുന്നു, പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ ഏകദേശം ഒരു 11 കിലോമീറ്റർ നടന്നിട്ടായിരിക്കണം ഞാൻ അവിടെ എത്തിയത്. അന്ന് കിലോമീറ്റർ നടക്കുമായിരുന്നു സുവിശേഷവുമായിട്ട്. സോ ഞാൻ അന്ന് പ്രസംഗം കഴിഞ്ഞ് കുറെ പ്രസംഗിച്ചു. ആദ്യത്തെ പ്രസംഗം മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ പ്രസംഗിച്ചു. അറിയാന്നുള്ള ഹിന്ദിയിൽ കൊടുക്കാവുന്ന ഓഫറെല്ലാം കൊടുത്ത് പ്രസംഗിച്ചു. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ഞാൻ നിരാശയായി തിരിച്ചുപോയി. ദീർഘവർഷത്തിന് ശേഷം, ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമായിരിക്കണം, അല്ല ഒരു 12 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, ഒരിക്കൽ UP-യിൽ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, മീറ്റിംഗ് കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഓടി വന്ന് എന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഒരു വണ്ണമുള്ള മനുഷ്യനാണ്, കറുത്തിട്ടൊരു മനുഷ്യനാണ്. എനിക്ക് അസ്വസ്ഥമായി. എന്നെ ആ സമയത്ത് ആരും അറിയത്തില്ല. ഞാനിങ്ങനെ നോക്കും, എന്നെ അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോ. അപ്പൊ ഒരു പരിചയമുള്ള ഒരു പാസ്റ്ററെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ആരാന്ന് ചോദിച്ചു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ഒരാൾ വന്നെ കാലെ കെട്ടിപ്പിടിച്ച് കാര്യം. ഞാനിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇതൊരു സീനിയർ, ഒരു വലിയ പാസ്റ്റർ, അദ്ദേഹത്തിന് ഒത്തിരി ചർച്ചകളുണ്ട്. അപ്പൊ ഞാനങ്ങ് പേടിച്ചു. ഇത്രയും ചർച്ചകളുള്ള ഒരു പാസ്റ്റർ. അന്ന് ഞാൻ ഡൽഹി ചർച്ച തുടങ്ങി കുറച്ച് സമയങ്ങളായിട്ടുള്ളൂ. ഒരു 10, 30, 40 വരെ എന്റെ ചർച്ചാന്നുള്ളൂ. അപ്പം പിന്നെ ഈ മനുഷ്യനെ പിന്നെ ഇവിടെ നോക്കും, പൊട്ടിക്കരയുവാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒത്തിരി പറഞ്ഞ് അന്വേഷിക്കായിരുന്നു, നിങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. ഇതേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്റെ ഗ്രാമത്തിൽ നിങ്ങൾ വന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ.
അന്ന് ആരും കേട്ടില്ല, ആരും ശ്രദ്ധിച്ചില്ല. അന്ന് ഞാൻ വെള്ളമടിച്ച് ഡ്രഗ്സ് ഒക്കെ എടുത്ത് അവിടെ ഇരിക്കുക. ഞാന് നിങ്ങൾ പ്രസംഗിച്ചിട്ടങ്ങ് പോയി. അന്ന് രാത്രിയിൽ നിങ്ങൾ പ്രസംഗിച്ച യേശു എന്റെ കുടിലിനകത്ത് ഇറങ്ങി വന്നു. ഞാൻ പിന്നെ ചർച്ച് അന്വേഷിച്ചപ്പോൾ ഒരു ചർച്ചിൽ പോയി, പിന്നെ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് ഞാൻ പാസ്റ്ററായി. 2 വർഷം കൊണ്ട് പാസ്റ്ററായി. ഞാൻ ചർച്ചുകൾ സ്ഥാപിക്കാൻ കർത്താവിനെ സഹായിച്ചു. ഇന്ന് പല സ്ഥലങ്ങളിൽ ചർച്ചുകളുണ്ട്, ചില ചർച്ചുകൾ ഒത്തിരി ആൾക്കാരുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ട് ഒരു റിസൾട്ടും കണ്ടിട്ടില്ല. അപ്പം കർത്താവിനോട് പ്രസംഗിച്ച് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് കർത്താവിനെ പഠിപ്പിച്ചു, റിസൾട്ട് ഒരുപക്ഷെ ഇവിടെ വെച്ച് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരിക്കൽ സ്വർഗത്തിൽ പോയി കർത്താവിന് മുമ്പ് നിൽക്കുമ്പോൾ അറിയത്തുള്ളൂ നമ്മുടെ പ്രസംഗം ആർക്കെല്ലാം കേൾക്കാൻ പറ്റും, നമ്മൾ വിതച്ച വിത്ത് എവിടെയെല്ലാം മുളച്ചെന്ന്, അത് എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് ഒരുപക്ഷെ ഈ ഭൂമിയിൽ അറിയാൻ പോലും പറ്റത്തില്ല. അത് ഒരു ദിവസം പ്രതിഫലം മേടിക്കാൻ കർത്താവിന് മുമ്പിൽ അവിടെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ റിസൾട്ട് ഉണ്ടോ ഇല്ലയോ, സ്റ്റിൽ നമുക്ക് സുവിശേഷം പ്രസംഗിക്കണം. ആരും കേട്ടോ കേട്ടില്ലയോ, ആരും സ്വീകരിച്ചോ സ്വീകരിച്ചില്ലയോ, അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ മനുഷ്യന്റെ റിസൾട്ടാണ് നോക്കണേ. പക്ഷേ ഇത് വിത്താണ്. ഏത് വിത്തും വിതച്ചാൽ അത് എപ്പോഴെങ്കിലും മുളയ്ക്കും. അങ്ങനെയെങ്കിൽ സുവിശേഷം എന്ന വിത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ അയച്ച പ്രവൃത്തി പൂർത്തീകരിക്കാതെ അത് മടങ്ങി വരത്തില്ല. അതെനിക്ക് ഭയങ്കര എൻകറേജിങ് ആയി. ഞാൻ അനേകരെ എൻകറേജ് ചെയ്യാറ്. ഇന്ന് കർത്താവിന്റെ കൃപ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ഡോരഗയിൽ ഒരു മെയിൻ ചർച്ച് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 2 സർവീസ് സൺഡേയിലുണ്ട്. ഞങ്ങൾക്ക് ഡൽഹിയിൽ തന്നെ 6 സ്ഥലത്ത് ബ്രാഞ്ച് ചർച്ചസ് ഉണ്ട്. കർത്താവിന്റെ കൃപ UP-യിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഹരിയാനയിലും ഞങ്ങൾക്ക് ചർച്ചുകളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഇപ്പം 40 പേര് ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം മിനിസ്ട്രിയിലുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ ബൈബിൾ സ്കൂളുണ്ട്. കർത്താവിന്റെ കൃപയാൽ കർത്താവ് വളർത്തുന്നു, കർത്താവ് നടത്തുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഹല്ലേലൂയ, ഇന്ന് ഒരുപക്ഷെ റിസൾട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. ആര് കേട്ടാലും കേട്ടില്ല, ഇത് കർത്താവിന്റെ വചനമാണ്, കർത്താവിന്റെ കൽപ്പനയാണ്, കർത്താവിന്റെ കമാൻഡ്മെന്റ് ആണ്. വി ഹാവ് ടു പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം പ്രസംഗിക്കണം. സോ അത് ഒരു അനുഭവം എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളോട് കർത്താവിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ താമസിച്ച സമയത്ത് രാത്രി എന്നെ ഒരു പാമ്പ് കടിക്കാൻ വേണ്ടി വന്നു. ഇൻ ദ സെൻസ്, ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു പാമ്പ് നിൽക്കുകയാണ്. എനിക്ക് ആ പാമ്പിനെ കൊല്ലേണ്ടി വന്നു. പേടിച്ചിട്ടാണ് കൊന്നത്. എനിക്ക് പാമ്പിനെ ഞാൻ മുമ്പ് കൊന്നിട്ടില്ല. ഭയം ഭയങ്കരമായിട്ട് ഉണ്ടായിട്ട് ഞാൻ അബദ്ധവശാ കൊന്നതാണ്, നിവൃത്തിയില്ല. പക്ഷെ ആ പാമ്പ് കൊന്നത് ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർ എനിക്ക് എഗെയിൻസ്റ്റ് ആയി മാറി. എന്നെ കൊല്ലാൻ ഓടിച്ചു. 40 പേര് എന്നെ കൊല്ലാൻ വേണ്ടി, 40-ലധികം പേരുണ്ടാകും എന്നെ കൊല്ലാൻ വേണ്ടി ഓടിച്ചു. 40-ലധികം പേരും എന്റെ പുറകെ ഓടിയിട്ട് എന്നെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് എനിക്ക് വചനം ഓർമ്മ വന്നത്. നമ്മുടെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമായി മാറ്റുന്ന വചനമുണ്ട്. ചില വചനങ്ങളൊക്കെ പ്രാക്ടിക്കലി ലൈഫിലെ മനസ്സിലാവത്തുള്ളൂ, അല്ലാതെ പ്രസംഗിച്ചിട്ടൊന്നും മനസ്സിലാവത്തില്ല. അത്തരം അനുഭവങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. പല പ്രാവശ്യം മരണത്തെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു കൈയെ തൂക്കിയെടുത്തു, ഭയങ്കര വണ്ണുള്ളൊരു മനുഷ്യൻ ഒരു കൈയെ തൂക്കിയെടുത്ത് നിന്നെ ഇപ്പൊ തട്ടിക്കളയെന്ന് പറഞ്ഞു. നീ ഞങ്ങളുടെ സിസ്റ്റത്തെ തകർക്കാൻ വന്ന നിന്നെ ഞാൻ ആദ്യം പേടിച്ചെങ്കിലും ഞാനൊന്ന് പറഞ്ഞു, സാർ എന്നെ ഒന്ന് തറ നിർത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, നിവൃത്തിയില്ലാഞ്ഞിട്ട് വന്നതല്ല, ജോലി വേണ്ടെന്ന് വെച്ച് വന്നയാളാണ്, ജീവിക്കാൻ വേണ്ടി വന്നതല്ല, ചാവാൻ വേണ്ടി വന്നതാണ്. സാറ് വേണമെങ്കിൽ കൊന്നോ, പക്ഷെ കൊന്നാൽ സാറ് ഓർത്തണം, സാറ് ഒരു ദിവസം ചാവും. ഇത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് കൈ പിടിവിട്ടു, അദ്ദേഹം അങ്ങ് നടന്നുപോയി. എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല. പിന്നെ മനസ്സിലായത്, കർത്താവ് പറഞ്ഞ നിങ്ങൾ ആ സമയത്ത് എന്താ പറയേണ്ടതെന്ന് മുൻകൂട്ടി ചിന്തിക്കണ്ട. ആ റൈറ്റ് ടൈമിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പറയേണ്ട വാക്കുകൾ നമുക്ക് തരും. അത് പറയുമ്പോൾ കർത്താവ് അത് പറഞ്ഞാൽ മതി. അത് പറയുമ്പോൾ ദൈവപ്രവൃത്തി സംഭവിക്കും. ഹല്ലേലൂയ. 2019 ഞങ്ങൾക്ക് വലിയൊരു പെർസിക്യൂഷൻ ഞങ്ങൾ ഫേസ് ചെയ്തു. ഹരിയാനയിൽ ഞങ്ങള് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾ ആക്രമിച്ചു, ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. 150-200-ലധികം ആൾക്കാർ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. ഗേറ്റ് ബന്ദ് ചെയ്തു, അകത്തിട്ടു, അടിച്ചു, ഒത്തിരി അടിയേറ്റു. ആ സമയത്ത് അതിനുശേഷം പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ജയിലിനകത്ത് കൊണ്ടിട്ടു. ജയിലിൽ കിടക്കുമ്പോ രാത്രി ഞാൻ തീരുമാനിച്ചു, ഉറങ്ങത്തില്ല, രാത്രി മൊത്തം ആരാധിക്കാൻ തീരുമാനിച്ചു. കാരണം പൗലോസും ശീലാസിനെയും പ്രസംഗിച്ചാൽ മാത്രം പോരല്ലോ, നമ്മുടെ ലൈഫിന് അത് ഉണ്ടാകണമല്ലോ. അങ്ങനെ ഞങ്ങള് കൂടെയുള്ളവരുമായി ചേർന്ന് ഞങ്ങൾ രാത്രി ആരാധിച്ചു. അന്യഭാഷയെ ജയിലിനകത്ത് ആരാധിച്ചു.
രാത്രി 1 മണി 2 മണിയൊക്കെ ആയപ്പം അതിനകത്ത് അവിടുത്തെ മെയിൻ പോലീസ് ഓഫീസർ വന്നിട്ട് തെറി വിളിച്ചു, ഒരു ഭയങ്കര തെറി വിളിച്ചിട്ട് പറഞ്ഞു, ഷോർക്യോ മജാത്ത, എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്. ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, സാറേ, ഞങ്ങൾ ഡ്രഗ്സ് എടുത്തിട്ടോ അടിയുണ്ടാക്കിയിട്ടോ കൊലപാതകം നടത്തിയിട്ടോ ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടോ ആർക്കേലും പ്രയാസം വരുത്തിയിട്ടോ ഞങ്ങൾ ഇതിനകത്ത് വന്നവരല്ല. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അകത്താക്കിയതാ. ഇതിനകത്ത് ഞങ്ങൾ ഇത് തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ദേഷ്യത്തെ ഞാൻ പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒന്നും പെട്ടെന്ന് അന്നേരം അദ്ദേഹം ശാന്തനായി. അദ്ദേഹം പറഞ്ഞു, ടീക്ക് ആപ്കരോ, ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാവുള്ള ചെയ്തോ. രാത്രി മുഴുവൻ ഞങ്ങള് ആ ജയിലിനകത്ത് ആരാധിച്ചു, അന്യഭാഷയിൽ ആരാധിച്ചു, കർത്താവിനെ സ്തുതിച്ചു. വലിയ ദൈവസ്ഥാനത്തെ അനുഭവിക്കുവാൻ കർത്താവ് അന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിച്ചു. ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ കർത്താവ് നടത്തിയിട്ടുണ്ട്. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. 1-2 അനുഭവങ്ങൾ കൂടെ പറയാം. ഏഞ്ചലിക് എക്സ്പീരിയൻസുകൾ കർത്താവ് തന്നിട്ടുണ്ട്. ദൂതന്മാരുമായിട്ടുള്ള അനുഭവങ്ങൾ കർത്താവ്, അത് ഐ ഡോണ്ട് നോ. ഒരിക്കൽ പണ്ട് കേരളത്തിൽ വന്ന് ഇങ്ങനെ ടെസ്റ്റ് മണി പറയുന്നത് ഞാൻ പറയത്തില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞ സമയത്ത് കുറെ പാസ്റ്റർമാർ പറഞ്ഞു, ഇതൊന്നും വന്ന് കേരളത്തിൽ പറയല്ലേ, ഇവിടെ നിന്ന് ആരും വിശ്വസിക്കത്തില്ല, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യ പറഞ്ഞു, ഇവിടെ നിന്ന് അത് പറയില്ല. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. കേരളത്തിൽ അങ്ങനെ വരത്തുമില്ല, ഇത് പറയത്തുമില്ല. പിന്നെ ഒരിക്കൽ PG വർഗീസ് അങ്കിളാ എന്റെ മെൻഡർ, അങ്കിൾ എന്നോട് പറഞ്ഞു, ടെസ്റ്റ് മണി പറയണം. ഇവിടെ ഡൽഹിയിൽ പാസ്റ്റർ ചാണ്ടി വർഗീസ്, അദ്ദേഹം എപ്പോഴും പറയും, ടെസ്റ്റ് മണി പറയണം. ടെസ്റ്റ് മണി അനേകർക്ക് പ്രയോജനമായി തീരും. അങ്ങനെ അവരെന്നെ ഒത്തിരി നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ടെസ്റ്റ് മണി പറയും. കോവിഡ് സമയത്താണ് പിന്നെ ടെസ്റ്റ് മണി പറയാൻ ഞാൻ ആരംഭിച്ചത്. അങ്ങനെ കുറെ നാളുകൾ കോവിഡ് സമയത്ത് പറഞ്ഞ് പിന്നെ വലിയ ലോങ് ബ്രേക്കിന് ശേഷം ഇന്നാ പിന്നെ ഞാൻ ടെസ്റ്റ് മണി പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിന് ശേഷം, ഒരു ബ്രേക്കിന് ശേഷമായിരിക്കും ഇന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, എനിവേ, ഒത്തിരി അനുഭവങ്ങളിലൂടെ കർത്താവ് നടത്തിയിട്ടുണ്ട്. കർത്താവ് നടത്തുന്ന ഈ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ബൈബിൾ ചുമ്മാ പ്രസംഗിക്കാനുള്ളതല്ല, ബൈബിളിനകത്ത് ജീവിക്കാൻ പറ്റും. ബൈബിളിനകത്തുള്ള അനുഭവങ്ങൾ നമുക്കും അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് വെറും കഥാപുസ്തകമായി പോകും, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബുക്കായി പോകും, അല്ലെങ്കിൽ പണ്ടത്തെ കഥ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രം പറയുന്നത് പോലെ ആയി പോകും. പക്ഷേ ഇതിനകത്തുള്ളത് നമുക്ക് അനുഭവിക്കാൻ, ഇതിനകത്ത് ജീവിക്കാൻ പറ്റണം. അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഒരിക്കൽ ഞാൻ ഉത്തരാഖണ്ഡിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരു ചെറിയ റൂമിലാണ് താമസിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഇല്ല, ഫ്രിഡ്ജില്ല, ഒന്നുമില്ല, ബാത്റൂം ഇല്ല, ഒന്നുമില്ല. 200 രൂപ വാടകയാണ്. ഒരിക്കൽ ഞാൻ അസുഖ ബാധിതനായി മാറി, രോഗം പിടിച്ച് ചില ദിവസങ്ങൾ കിടപ്പിലായി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എണീക്കാൻ വയ്യ, എഴുന്നേറ്റ് ചായ കുടിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മാനസികമായിട്ട് അങ്ങ് ഡൗൺ ആയി. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല, ഒരു ചായ ഇട്ട് തരാൻ ആരുമില്ല, ഫുഡ് കഴിച്ചിട്ടില്ല 2 ദിവസമായിട്ട്. സോ മെന്റലി അങ്ങ് ഒത്തിരി ഡൗൺ ആയി. ശുശ്രൂഷിക്കാൻ ആരുമില്ല, ആരോട് പറയാനാ, എവിടെ പോകാനാ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ചെറുപ്പത്തിൽ എനിക്ക് അസുഖം വരുമ്പോ എന്റെ അമ്മച്ചി, പപ്പയുടെ അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇങ്ങനെ ട്രിപ്പ് ഇടും, എന്നിട്ട് എന്റെ ദേഹത്ത് ഇങ്ങനെ തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ തുടയ്ക്കും, പനി മാറുന്നത് വരെ കൂടെ ഇരിക്കും. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ കർത്താവെ, അങ്ങനെ വില ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് എനിക്ക് ആരുമില്ലേ, ഞാൻ ഇങ്ങനെ കിടക്കുവാണോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് അങ്ങ് പോയി. പെട്ടെന്ന് ഞാൻ കാണുകയാണ് 2 ഏഞ്ചൽസ് നേഴ്സുമാരുടെ ഡ്രസ്സിൽ ഇറങ്ങി വരികയാണ്. ഒരാള് ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളം എടുക്കുക, എന്റെ റൂമിൽ ഫ്രിഡ്ജ് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, തണുത്ത വെള്ളം എടുക്കുകയാണ്. എന്നിട്ട് എന്റെ ദേഹത്ത് ഇങ്ങനെ സ്പോൺ ചെയ്യുകയാണ്. മറ്റേ ആള് ഗ്ലൂക്കോസിന്റെ ബോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എന്റെ കയ്യിൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ തടവി തരികയാണ്. ആ ഇഞ്ചക്ഷൻ ആ ഗ്ലൂക്കോസിന്റെ ശരീരത്തിൽ കയറുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് എത്ര സമയം നടന്നെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷം ഞാൻ ചാടി എണീക്കുമ്പോൾ ഗ്ലൂക്കോസും ഇല്ല, ഫ്രിഡ്ജും ഇല്ല, ഏഞ്ചൽസും ആരുമില്ല. ഞാൻ ചാടി എണീക്കുന്നു. എനിക്ക് അസുഖം ഉണ്ടായിരുന്നതായിട്ട് ഒരു ഫീല് പോലും ഇല്ല. അങ്ങനെ ഒരു അസുഖം എനിക്ക് ഉണ്ടതായിട്ട് എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് എഴുന്നിട്ട് ഞാൻ അങ്ങോട്ട് നടക്കും. എനിക്ക് എനർജി റിലീസ് ചെയ്യണം, അതുപോലത്തെ ആരോഗ്യ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ നടക്കുവാണ്. നടന്നതിന് ശേഷം എന്റെ കയ്യെ നോക്കുമ്പോ എന്റെ കയ്യേല് ആ സൂചി കുത്തിയ പാട് നീ കാണായിരുന്നു. ആ പാട് ചില ദിവസങ്ങൾ വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, ഞാനൊരു സ്വപ്നമോ ദർശനമോ കണ്ടതല്ല, ശരിക്കും ഞാൻ പെരുവിടുത്തായിരുന്നു. എന്റെ അമ്മച്ചി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടും, ഗ്ലൂക്കോസ് ഇടും, എനിക്ക് സ്പോഞ്ച് ചെയ്ത് തരും. അത് ഞാനിങ്ങനെ
അത് ഓർത്ത് ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ട് കിടന്നപ്പോ കർത്താവിന്റെ ദൂതന്മാരിറങ്ങി എന്നെ ശുശ്രൂഷിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഏലിയാവിനെ ശുശ്രൂഷിക്കാൻ ദൂതന്മാർ വന്നെങ്കിൽ നമ്മളെയും ശുശ്രൂഷിക്കാൻ കർത്താവ് ഇന്നും ഏഞ്ചൽസിനെ, ദൂതന്മാരെ, നമ്മുടെ സേവകാത്മാക്കളായ നമ്മൾ ശുശ്രൂഷിക്കുന്ന ദൂതന്മാരെ കർത്താവിന് അയക്കാൻ പറ്റുമെന്ന് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാം? കർത്താവിനത് ചെയ്യും. ഞാൻ ഇനിയും വേറെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ 2008 ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ ട്രാക്ട് മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് ഒരു വണ്ടി കൊണ്ട് നിർത്തി, ചാടി ഇറങ്ങി. ഒരു വലിയ വണ്ടി, ഒരു നല്ല വെളുത്തിട്ടൊരു മനുഷ്യൻ ചാടി ഇറങ്ങി. എന്റെ കൂടെ വരാവോ, പ്രാർത്ഥിക്കാൻ വരാവോ? അപ്പൊ ഞാൻ പേടിച്ചു. ഞാൻ ചോദിച്ചാൽ എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. കാരണം അവിടെ ആരും ചർച്ചോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആ സ്ഥലത്ത്. അപ്പൊ അതെന്നെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോ ഭയങ്കര വീടാ. അപ്പൊ ഫ്രണ്ടില് ഡോക്ടറിന് എഴുതി വെച്ചിരിക്കുന്നത്, ഡോക്ടർ. അപ്പം ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു തീർന്നു. ഭാഗത്ത് നിന്നപ്പോ ഒരു വലിയ ഡോക്ടർ, സ്വന്തമായിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ, അദ്ദേഹത്തിന്റെ മകനാ. ഈ മകൻ ഉക്രൈനിൽ MBBS പഠിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ വെച്ച് ആരോ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ആളാണ്. അപ്പൊ ഇവിടെ വന്ന് ചർച്ച തപ്പിയപ്പോ കിട്ടുന്നില്ല. അപ്പോഴാ വഴിയിലൊരുത്തൻ ട്രാക്ടർ കൊടുക്കുന്ന കണ്ട. അങ്ങനെ പൊക്കി കൊണ്ടുപോയതാണ് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉക്രൈനിൽ വരാവോ? ഒരുപാട് പാകിസ്ഥാനി ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്, അവരോട് സുവിശേഷം പറയാൻ വേണ്ടി വരാവോ ക്യാമ്പസുകളിൽ? ഞാൻ സമ്മതിച്ചു. അങ്ങനെ 2008 ഞാൻ ഉക്രൈനിൽ പോയി. ഒരുപാട് പാകിസ്ഥാനി ഇന്ത്യൻ സ്റ്റുഡൻസിനോട് പല ക്യാമ്പസുകളിൽ പോയി ഹിന്ദിയിൽ അവരോട് സുവിശേഷം പ്രസംഗിക്കാൻ. ആ സമയത്ത് ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. ഇന്നും ഒരുപാട് ഡോക്ടർമാർ കർത്താവിന്റെ കൃപയാൽ അന്ന് രക്ഷിക്കപ്പെട്ടവർ ഇന്ന് എനിക്ക് വളരെ സഹായികളായി, ഫ്രണ്ട്സായി എൻ്റെ കൂടെ ഉണ്ട്. പല സ്ഥലത്താണ്, പക്ഷേ ദേ ആർ ഇൻ ക്രൈസ്റ്റ്. അവർ ക്രിസ്തുവിലാണ്. കർത്താവിന് മഹത്വം. ആ സമയത്ത് ഞാൻ അവിടെ അറിയുന്നത്, അവിടെ ഈ ഉക്രൈനിലെ ഏറ്റവും വലിയ ചർച്ച, അന്ന് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ചർച്ച അന്ന് ഉക്രൈനിലാണ്, കീവിലാണ്. ഒരു പാസ്റ്റർ സൺഡേ അഡിലാജ എന്ന് പറഞ്ഞ ഒരു നീഗ്രോ, ഒരു ആഫ്രിക്കന്റെ ചർച്ചാണ്. അപ്പം ഉക്രൈന്റെ പ്രശ്നം വംശീയ അധിക്ഷേപമുള്ള സ്ഥലമാണ്. ഒരു ബ്ലാക്കിനെ കണ്ട വിടത്തിൽ ഒറ്റയ്ക്ക് കണ്ട തട്ടിക്കളയും. -40 ഡിഗ്രി തണുപ്പ് വരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെയും നൈജീരിയയിൽ നിന്ന് പഠിക്കാൻ വന്ന കുറച്ച് ബ്ലാക്സ് ആണ് ഇവര്. അവർ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ അവരെ തട്ടിക്കളയും. അപ്പം പക്ഷെ ഈ സൺഡേ അഡിലാജ അവിടെ പഠിക്കാൻ വന്ന ആളെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം ഈ മഞ്ഞിനിടയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു അദ്ദേഹത്തെ ആൾക്കാർ പറഞ്ഞ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് മഞ്ഞ് ഉരുകിപ്പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു ക്യാമ്പസ് മിനിസ്റ്റർ തുടങ്ങി. അതൊരു ചർച്ചായി മാറി. ബ്ലാക്കിനെ അക്സെപ്റ്റ് ചെയ്യാത്ത രാജ്യത്തിൽ ഒരു ബ്ലാക്കിന്റെ ചർച്ച് ഏറ്റവും വലിയ ചർച്ചായി മാറി. 30,000 പേര് അന്ന് ചർച്ചിനകത്ത് മെമ്പേഴ്സാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ചർച്ചയെ കുറിച്ച് കേട്ടപ്പോൾ ഞാനുള്ളത് ടെർണോപ്പിൾ എന്ന സ്ഥലത്താണ്. എനിക്ക് ആ ചർച്ചിൽ ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അന്ന് അവിടെ ഹിൽ സോങ് ചർച്ച് വർഷിപ്പ് അവിടെ വരുന്നുണ്ടെന്നാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ പോകാനായിട്ട്. എൻ്റെ പൈസ ഇല്ല. ഞാൻ ഈ സഹോദരനോട് സംസാരിച്ച് അദ്ദേഹം എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ആ സ്ഥലത്ത് പോയി അവിടെ താമസിക്കുന്ന ഒരു വീട് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അവിടുത്തെ ഉക്രൈൻ ഗ്രീവൻ എൻ്റെ കയ്യിലില്ല, ഡോളർ എൻ്റെ കയ്യിലില്ല. കുറച്ച് ഇന്ത്യൻ ക്യാഷ് ഉണ്ട്, 1,000-2,000 രൂപ. അത് വെച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ കോൺഫറൻസിൽ 5 ദിവസത്തെ കോൺഫറൻസ്. അപ്പൊ അവിടെ ഒരു 3,000 പേർക്ക് VIP സീറ്റ് ഉണ്ട്. 3,000 പേർക്ക് അവിടെ അത് വേലി കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് കയറണമെങ്കിൽ $400 അടയ്ക്കണം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേഷൻ കിട്ടും. അല്ലെങ്കിൽ ഉക്രൈനിയൻ ലാംഗ്വേജ്, റഷ്യൻ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവത്തില്ല. ഹെഡ്ഫോൺ കിട്ടും ട്രാൻസ്ലേഷന്റെ. അപ്പൊ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ബർഗറൊക്കെ തിന്നാൻ കിട്ടും. ഞാനാണെങ്കിൽ അവിടെ ചെന്നതുപോലെ ആഹാരം കഴിച്ചിട്ടില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ നിവൃത്തിയില്ല. ഒരു ദിവസമായി, 2-ാം ദിവസമായി. ഇപ്പൊ ഞാൻ 2-ാം ദിവസം തീരുമാനിച്ചു, ഞാൻ ഈ വേലി ചാടി ആ VIP സീറ്റിൽ പോയിരിക്കാം. 2 സീറ്റ് കാലിയുണ്ട്. 1-ാം ദിവസം മുതലേ കാലിയാ, 2-ാം ദിവസം രാവിലെയും കാലിയാ. അപ്പൊ ഞാൻ ഇതുവരെ ആരും വന്നില്ല. അപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ഞാൻ എന്തായാലും ചാടും. എന്റെ ഇന്ത്യൻ ബുദ്ധി ഞാൻ തീരുമാനിച്ചു, ഉറപ്പായിട്ട് ഞാൻ വേലി ചാടും. അവിടെ പോയിരിക്കും. എന്തെങ്കിലും സ്നാക്സ് കിട്ടും, കഴിക്കും. ഇതും കിട്ടും. പുറത്താക്കുവാണെങ്കിൽ പുറത്താക്കട്ടെ, അല്ലെങ്കിലും കാശില്ല കയ്യില്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോ അടുത്ത സെഷനിൽ 2 പേര് വന്ന് ആ സീറ്റ് അങ്ങ് ഇരുന്നു. വേലിക്ക് തൊട്ട് പുറകുള്ള സീറ്റ് ഞാൻ ഇരിക്കുക. അപ്പൊ എന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടും. ഞാനിങ്ങ് തല കുനിച്ചു. അപ്പൊ പെട്ടെന്ന് അവിടെ ഇരുന്ന ആൾ എന്നെ വിളിച്ചു, ആർ യു ഫ്രം ഇന്ത്യ? യെസ്. യുവർ നെയിം ഈസ് രാജ്മോഹൻ? യെസ്. ഞാനിങ്ങനെ അത്ഭുതം ചോദിക്കുക, എന്റെ പേര് പറയുന്നു, ഇന്ത്യ നാം ചോദിക്കുന്നു. ഒരു കൊറിയൻ ലുക്കാ 2 പേരും. ഒരു $400 എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ടേക്ക് ദിസ് മണി. ഞാൻ $400 ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഡോളർ കൈ കിട്ടുക. ഡോളർ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ആരുമില്ല.
ആ 2 സീറ്റിലും ആരുമില്ല. നീ മനസ്സിലായത് ഏഞ്ചൽസ് ആണ്. അത് പിന്നെ ഒത്തിരി സമയ ശേഷം മനസ്സിലായത് ഏഞ്ചൽസ് ആയിരുന്നു. ദൂതന്മാർക്ക് നമ്മളെ ശുശ്രൂഷിക്കാൻ പറ്റും. സൂപ്പർ നാച്ചുറൽ ആയിട്ട് കർത്താവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ സേവിക്കുന്ന കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ബൈബിളിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സംഭവിച്ചുകൂടാ? എന്തുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളെ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഒന്നും കണ്ടിട്ടോ ആരെങ്കിലും നിന്ന് തരാന്ന് പറഞ്ഞിട്ടോ ഒന്നും നമ്മൾ ഇറങ്ങിയവരല്ലോ. പൈസയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ 1 രൂപ ഇല്ലാത്ത സമയത്താണ് നമ്മൾ സുവിശേഷം ചെയ്യുന്നത്. അന്ന് എന്നെ ഇട്ടിട്ട് പോവാൻ. വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആണെങ്കിൽ ഞാൻ ഒരു അഭിഷക്തന്മാരെ കുറ്റം പറയത്തില്ല, ഒറ്റ പാസ്റ്റർമാരെയും കുറ്റം പറയത്തില്ല ആളാണ് ഞാൻ. കർത്താവിന്റെ കൃപയാൽ ഞാൻ എൻ്റെ ചർച്ചിൽ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ഒരു പാസ്റ്റേഴ്സിനെതിരെ ഒരു വാക്ക് സംസാരിക്കരുത്, ആരൊക്കെ പറഞ്ഞാലും സംസാരിക്കരുത്. കാരണം നമുക്കറിയത്തില്ല, ഇന്നൊരു പക്ഷെ അദ്ദേഹം കുഴപ്പം കാണിക്കാതിരിക്കും. ഇന്ന് അദ്ദേഹത്തിന് വലിയ കാറും വീടും സമ്പത്തും എല്ലാ സെറ്റപ്പും കാണും. പക്ഷെ അദ്ദേഹം കൊടുത്ത വില നമുക്കറിയത്തില്ല. അദ്ദേഹം എവിടെ നിന്ന് വന്നു, എന്തൊക്കെ ചെയ്തിട്ടാ, കർത്താവിന് വേണ്ടി അദ്ദേഹം ചെയ്ത സാക്രിഫൈസ്, ഒരു സമയത്ത് അദ്ദേഹം എന്തൊക്കെ വില കൊടുത്തു, വി ഡോണ്ട് നോ, നമുക്കറിയത്തില്ല. നമുക്ക് ഇന്ന് കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷെ അവര് കർത്താവിന് വേണ്ടി വില കൊടുത്തത് ആരും അതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. സോ ഞാൻ അതൊന്ന് പഠിപ്പിക്കാറുണ്ട്. ആരെയും, ഒരു അഭിഷത്തിനെയും നമ്മൾ കുറ്റം പറയണ്ട, ആരെയും കുറ്റം പറയണ്ട. ചിലപ്പോ ഒരു യോസഫ് ആയിരിക്കാം. യോസഫിനെ കുറിച്ച് അന്ന് എല്ലാവരും അറിഞ്ഞത് അവൻ കുഴപ്പക്കാരനെന്നാണ്. എല്ലാവരും അങ്ങനെ അറിഞ്ഞു. അന്നത്തെ കോടതി അങ്ങനെ ശിക്ഷ വിധിച്ച് അത് ജയിലിനകത്തിട്ടതാ. പക്ഷെ ദൈവത്തിന് അറിയാം. ഒരുപക്ഷെ ദാവീദായിരിക്കാം, ഒരുപക്ഷെ യോസഫ് ആയിരിക്കാം. വി ഡോണ്ട് നോ. വി ആർ നോബഡി ടു ജഡ്ജ് എനിവൺ. ആരെയും കുറ്റം വിധിക്കാൻ നമ്മൾ ആരുമല്ല. കർത്താവായിട്ട് തീർക്കട്ടെ. സോ അങ്ങനെ കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് അവിടെ നടത്തി. ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ചേർത്ത് പറയുകയാണ്. ഞാൻ മടങ്ങി വരിക. 2005 ഞാൻ ഉത്തരാഖണ്ഡ് നേപ്പാൾ ബോർഡറിൽ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ വീട്ടിന്റെ സാമ്പത്തിക പ്രശ്നം കാരണമാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നത്, സ്കൂൾ ടീച്ചറായിട്ട്. പിന്നെ എല്ലാം റിസൈൻ ചെയ്ത് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ഒന്നും ചിന്തിച്ചിരുന്നില്ല എൻ്റെ വീട് അങ്ങനെ പോവും, ഒന്നും ഞാൻ ആലോചിച്ചില്ല. മാംസരക്തനോട് ആലോചന ചോദിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും ചോദിച്ചില്ല. അപ്പൊ എൻ്റെ വീട്ടിലെ കടം കയറി, ജപ്തി നോട്ടീസ് വന്നു. എൻ്റെ അപ്പനൊരു ദുരഭിമാനിയാണ്. അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് ആരോടും, അത് ഒരു ലീഡറായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു, പ്രാദേശിക നേതാവായിരുന്നു, സമ്പത്തുള്ള മനുഷ്യരായിരുന്നു, ഒത്തിരി ഭൂമി ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെടുത്തിയ ആളാണ്. ഒരു ഭാഗത്ത് പറഞ്ഞ ഒരു ശാപം പിടിച്ചൊരു ഭവനമായിരുന്നു. ഒത്തിരി ശാപങ്ങൾ ഉണ്ടായിരുന്നു ഭവനം. അതേക്കുറിച്ച് ആ ഐഡിയ പോകുന്നില്ല. 2005 അദ്ദേഹം ജപ്തി നോട്ടീസ് കൈ കിട്ടിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എന്നെ ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഏക മകനാ. എന്നെ ഇൻഫോം ചെയ്യാനായിട്ട് കോണ്ടാക്ട് നമ്പർ ഇല്ല, അഡ്രസ് ഇല്ല. ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സിറ്റിയിലേക്ക് വന്നപ്പോൾ, നാട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ സംഭവം. ഐ വാസ് ടോട്ടലി ബ്രോക്കൺ. ഞാൻ ഒത്തിരി ബ്രോക്കൺ ആയി. എനിക്ക് നാട്ടിൽ പോകാൻ പൈസ ഇല്ല. ഞാൻ ഒരു ട്രക്കിൽ കയറി ഡൽഹി വന്നു. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ബാത്റൂമിന്റെ സൈഡിൽ ന്യൂസ് പേപ്പർ ഇട്ട് കിടന്നുറങ്ങി. ഉറങ്ങാൻ പറ്റത്തില്ല, ഇരുന്നുറങ്ങി. ഞാൻ കേരളത്തിൽ വന്നു. എന്റെ ചേച്ചി എന്റെ അടുക്കൽ വന്ന്, കേരളത്തിൽ വന്ന് വീട്ടിൽ വന്നപ്പോ എന്റെ ചേച്ചി എന്റെ വീട്ടിൽ വന്നിട്ട് 2 പേപ്പർ തന്നു. ഒന്ന് എന്റെ പപ്പയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, 2 വീട്ടിന്റെ ജപ്തി നോട്ടീസാണ്. അവൾ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം, ഒരു മകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ അപ്പനെ സപ്പോർട്ട് ചെയ്തില്ല, എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ല. ഐ വാസ് ടോട്ടലി ബ്രോക്കൺ. ഞാൻ എൻ്റെ അപ്പൻ കിടന്ന കട്ടിലെ പോയി കിടന്നു. ചില ദിവസങ്ങൾ ഇങ്ങനെ കിടന്നു, ബൈബിൾ വായിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ചുവരിൽ ഒരു എഴുത്ത് കണ്ടു. ആ എഴുത്ത് ഇങ്ങനെയാണ്, യെശയ്യാവ് 10:15 എഴുതി കാണിച്ചു. ഞാൻ അതിർത്ത് ബൈബിൾ വായിക്കുമ്പോൾ, വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ, മെനയുന്നവനോട് കളിമണ്ണ് ഇങ്ങനെയെന്ന് ചോദിക്കാം. എന്റെ അകത്താണെങ്കിൽ 100 ചോദ്യങ്ങളാണ്. കർത്താവ് തിരിച്ച് 2 ചോദ്യം ചോദിക്കുക. എനിക്ക് ആ ചോദ്യം മനസ്സിലായി. എൻ്റെ അങ്കിളിനോട് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് അടുത്ത ദിവസം ട്രിവാൻഡ്രത്ത് പോയി ടിക്കറ്റ് എടുത്ത് ഞാൻ ചില ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ വന്നു. ലോൺലിനെസ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ഹോം സിക്നെസ്, ലോൺലിനെസ്, ഭയങ്കരമായ അസ്വസ്ഥതകൾ വരാൻ. എനിക്കിങ്ങനെ ചുമ്മാ കരയാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. അപ്പൻ മരിച്ചതിന്റെ വിഷമം ഭയങ്കരമായിരുന്നു.
ആ ഇന്നത്തെ തലമുറകളിലൊക്കെ അപ്പനോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മയോടുള്ള സ്നേഹം കുറയും. പക്ഷെ ഞങ്ങളുടെ സമയത്തൊക്കെ ഉള്ളവർക്ക് അറിയാം, നമ്മളെ അപ്പൻ ഒത്തിരി സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹം കാണിച്ചില്ലെങ്കിലും നമുക്ക് അപ്പൻ എന്ന് പറയാൻ, അമ്മ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമാണ്. നമുക്ക് ഒരു ഇമോഷണലി നമ്മള് ആ സ്നേഹം നമ്മുടെ അകത്തുണ്ട്. എനിക്ക് ഒത്തിരി ആ ഒരു ഒരു ഡിപ്രഷൻ പോലെ വന്നു, എപ്പോഴും ഇങ്ങനെ കരച്ചിട്ട് വരും. അപ്പൊ ദിവസം ഡേ ടൈമിലൊക്കെ ഞാൻ ആരോടും പോയി സുവിശേഷം പറയും. സുവിശേഷം പറയുമ്പോൾ ഞാൻ ഓക്കെ ആവും. റൂമിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ പിന്നെയും അങ്ങ് എനിക്ക് കണ്ണെ കൂടെ എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രയാസം. ആ സമയത്ത് കറണ്ട് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല. UP താമസിക്കുന്ന വീട്ടിലൊക്കെ 50 ഡിഗ്രി ചൂടാണ്. മെത്തയിൽ വെള്ളം ഒഴിച്ചാൽ കിടന്നുറങ്ങുന്നത്, ബെഡ്ഷീറ്റ് വെള്ളത്തെ മുക്കി പുതച്ച പുറത്ത് കിടന്നുറങ്ങുന്നേ, അല്ലെങ്കിൽ കൊതുക് എടുത്തോണ്ടും. പരാതികളില്ല, പരാതികൾ, ഡിമാൻഡുകളില്ല. അന്നൊന്നും അറിയത്തില്ല അങ്ങനെ ആരോട് പരാതി പറയാൻ. ഒരു രാത്രി ഞാൻ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയ, ഭയങ്കര ചൂടാ, വേർത്തിങ്ങനെ ഒഴുകുന്നു. ഞാൻ കരയുകയാണ്, എന്റെ കണ്ണെ കൂടെ കണ്ണുനീരും വേർപ്പും എല്ലാം ഇങ്ങനെ ഒഴുകുക. പെട്ടെന്ന് എനിക്ക് ഒരു ഫീൽ, എന്റെ റൂമിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ, ഭയങ്കര ഒരു ഫീൽ, സംബഡി സ്റ്റാൻഡിങ് ബിഹൈൻഡ് മീ. ഞാൻ തിരിഞ്ഞു നോക്കാൻ എനിക്ക് ധൈര്യമില്ല. പെട്ടെന്ന് എന്റെ തോളയിൽ ഒരു കൈ വയ്ക്കുന്നത് പോലെ എനിക്ക് ഫീൽ ഉണ്ടായി. ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്, ഐ ആം യുവർ എവർ ലാസ്റ്റിംഗ് ഫാദർ, ഞാൻ നിന്റെ നിത്യ പിതാവ്. ആ ഒറ്റ ശബ്ദം എന്റെ അകത്തുണ്ടായിരുന്ന മുറിവുകൾ, വേദനകൾ, ആരുമില്ല എന്നുള്ള തോന്നലുകൾ എല്ലാം അപ്രത്യക്ഷമായി. പിന്നെ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം, ആ ഡിപ്രഷൻ, ലോൺലിനെസ് ഒരിക്കലും വന്നിട്ടില്ല. ആ അനുഭവം എനിക്ക് കുറച്ചുകൂടെ ബലം തന്നു. സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ദൈവം നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ, ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്താൽ നമുക്ക് ചില സമയത്ത് ചിന്തിക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാൽ, എത്ര ഭാഷയിൽ എത്ര നന്ദി പറഞ്ഞാൽ, എത്ര പാട്ട് പാടിയാൽ തീരത്തില്ല. കർത്താവിന്റെ വിശ്വസ്തത, കർത്താവിന്റെ സ്നേഹം നമ്മുടെ വാക്കുകൾക്ക് അപ്പുറമാണ്. പക്ഷെ കർത്താവിനെ സഹായിച്ചു, കർത്താവിന്റെ കൃപയാൽ കർത്താവിനെ സഹായിച്ചു. അതിനകത്തുനിന്ന് പുറത്തു വന്നു. പിന്നെയും സുവിശേഷ വേലയ്ക്കകത്ത് ആക്റ്റീവാ നിൽക്കുവാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ. കർത്താവ് സാമ്പത്തികമായിട്ട് എന്നെ നടത്തിയ വിധങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും ചുരുക്കി പറയുക, 2008 ഞാൻ ഉത്തരാഖണ്ഡ് ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടത്, ഇന്ത്യയിൽ ഞാൻ ഒരു ഉണർവിനെ അയക്കുമെന്ന് ശബ്ദം കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഉണർവിനെ കുറിച്ച് വലിയ പരിചയമില്ല, ഞാൻ ഒരുപാട് ചർച്ച് ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ടില്ല. ആ സമയത്ത് ഒന്നും അധികം ഒന്നും എനിക്ക് അറിയത്തില്ല. 2003 ഒരു ഫാസ്റ്റിംഗ് പ്രേയർ ഡൽഹിയിൽ നടന്നത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കേട്ട കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ചാണ്ടി പാസ്റ്റ് ഒരു 21 days ഫാസ്റ്റിംഗ് പ്രേയർ ഇവിടെ ക്രമീകരിക്കും. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. ആ സമയത്ത് ഞാൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ അന്ന് റിവൈവൽ എന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാന് കർത്താവ് പറഞ്ഞൊരു സൈന്യം എഴുന്നേൽക്കും, കർത്താവിന് വേണ്ടി ഒരു സൈന്യം എഴുന്നേൽക്കും. എന്നോട് ഡൽഹി വരാനായിട്ട് കർത്താവ് ഇങ്ങനെ ഡൽഹിയിൽ പോകണമെന്നൊരു ചിന്ത കർത്താവ്. അങ്ങനെ ഞാൻ 2008 ഉക്രൈനിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഡൽഹിയിലേക്ക് വരുന്നു. ആരെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അന്ന് SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനകത്തുള്ള സഹോദരനുമായി പരിചയപ്പെട്ട് അതിനകത്താണ് ആദ്യത്തെ പ്രയർ ഗ്രൂപ്പ് ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചത്. അതിനകത്ത് നിന്ന് ഒത്തിരി കുടുംബങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. പിന്നത്തേതില് ചർച്ച തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് അസാധാരണമായിട്ട്, അത്ഭുതകരമായിട്ട് കർത്താവ് വഴി നടത്തി. ഒന്നും കാണാതെ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ആവേശത്തെ ചെന്ന് ചർച്ച ഹോൾ എടുത്തു. ചർച്ച ഹോളിന്റെ വാടക 20,000 രൂപയാണ്. 20,000 രൂപ 2-ാം മാസം കൊടുക്കാൻ പൈസയില്ല. അപ്പൊ ഞാനെല്ലാം തുണിയെല്ലാം പൂട്ടി വെക്കണം. എൻ്റെ ഒരു അത് പറയാൻ പറഞ്ഞു, 8 വർഷം 3 ഷർട്ടും 2 പാനും, ഒരു ടീ പാൻ, ഒരു ഫ്രൈ പാൻ, ഒരു കുക്കർ, ഇത്രേ ഉള്ളൂ. അപ്പം ഹിന്ദിയിൽ പറഞ്ഞ ഈ ബിസ്തർ ബാന്ത്കർ ജാന ആസാൻ ഹൈ മേരെ ലിയെ. എല്ലാം പൂട്ടിക്കെട്ടി കൊണ്ടുപോയി എനിക്ക് വളരെ എളുപ്പമാണ്. ഒറ്റ ബാഗിനകത്ത് എല്ലാം പാക്ക് ചെയ്ത് പോകാന്നുള്ളത്. ഞാൻ തീരുമാനിച്ചു, നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടുന്ന് പോകും. ഹൗസ് ഓണർ വരും, പൈസ ചോദിക്കും, പൈസ ഇല്ല. അന്ന് രാത്രി ഒരു ആന്റി എന്നെ വിളിക്കുക, അവിടെ മോളുടെ കല്യാണത്തിന് വേണ്ടി
നെക്സ്റ്റ് ഡേ കല്യാണം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യമാണ്. രാത്രി ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ആന്റി എനിക്കൊരു ഓഫറിങ് തന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ ഡൽഹി വിട്ട് തിരിച്ചു പോകാം. ഉത്തരാഖണ്ഡ് ജീവിക്കണമെങ്കിൽ വലിയ പൈസ ഒന്നും വേണ്ട, ഡൽഹി ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പൊ അങ്ങനെ തീരുമാനിച്ചിട്ട് ഞാൻ റെഡി ആവുമ്പോൾ ആ ഓഫറിങ് ഓർമ്മ വന്നു. പെട്ടെന്ന് ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് ആ ഓഫറിങ് എടുത്ത് എണ്ണി നോക്കിയപ്പോൾ 20,000 rupees, 20,000 രൂപ. അത് എണ്ണി തീർന്നപ്പോ ഹൗസ് ഓണർ വന്നു, ആ പൈസ കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് വഴി തുറക്കും, കർത്താവ് നടത്തും, കർത്താവിനെ സംശയിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അവിടുന്ന് തുടങ്ങാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം വാടകയ്ക്കാണ്. എങ്കിലും എത്ര രൂപ മാസം വാടക കൊടുക്കുമെന്ന് പറയുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തുകയാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിളിച്ചവൻ വിശ്വസ്തനാണ്, വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശത്തിനായി അവരുടെ മുഖം ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. കോവിഡ് സമയത്ത് എന്റെ വീട് ഒത്തിരി പഴയ വീടാണ്. പഴയെന്ന് പറഞ്ഞാൽ ഒത്തിരി പഴയ. കോവിഡ് സമയമൊക്കെ ആയപ്പോ എന്റെ വീടിന്റെ പല ഭാഗങ്ങൾ ഇടിഞ്ഞു താഴെ പോയി. ഒത്തിരി ഹൈറ്റുള്ള വീടാ, പണ്ട് തട്ടിട്ട വീടാണ്, 2 നിലയായിട്ട് തട്ടിട്ട വീടാണ്. അപ്പം കോവിഡ് സമയമൊക്കെ അത് ഇടിഞ്ഞു താഴെ പോയി. അമ്മയാ താമസിക്കുന്ന, എന്റെ ചേച്ചിയൊക്കെ അപ്പുറത്ത് വീട് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എവിടെയെങ്കിലും വാടകയ്ക്ക് വീടെടുക്കാം, മാറാം അവിടെ നിന്ന്. അമ്മ പറഞ്ഞു, ഞാൻ ഒന്നുകിൽ ഈ വീട്ടിനകത്ത് മരിക്കും, ഈ വീട് ഇടിഞ്ഞു വീഴുവാണെങ്കിൽ ഇതിനകത്ത്, അല്ലെങ്കിൽ നീ വേറെ വീട് വെച്ചാൽ. എനിക്ക് വീട് വയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നിവൃത്തിയില്ല. കോവിഡ് സമയത്ത് ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ 1,00,000 രൂപ ബാലൻസ് വന്നു. എന്നാൽ എനിക്ക് എന്ത് കിട്ടില്ല, അടുത്ത പ്രോജക്റ്റ് വരും. നമുക്ക് 10 രൂപ കിട്ടിയാൽ 100 രൂപ പ്രോജക്റ്റ് ഉണ്ടാക്കും നമ്മൾ. അടുത്ത മീറ്റിംഗ്, അല്ലെങ്കിൽ അടുത്ത ചർച്ച് പ്ലാന്റിങ്, അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം. ഇവിടെ എന്റെ അകത്ത് അന്ന് രാത്രി ദൈവാത്മാവ് സംസാരിച്ചു, 1,00,000 രൂപ PG വരയ്ക്ക് സംഘിൽ അയച്ചു കൊടുക്കും. അങ്കിൾ ഒരു സിനിമ ഉണ്ടാക്കുവാൻ തോന്നുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്കിളിന്റെ എന്തായാലും എന്നെക്കാളൊക്കെ കൂടുതൽ പൈസ കാണും. അങ്കിൾ അങ്ങനെ ഒന്നും സേവ് ചെയ്യുന്ന ആളല്ല, എനിക്കറിയാം. എങ്കിലും ഞാൻ എന്തിനാ അങ്കിളിന് അയച്ചു കൊടുക്കുന്നേ? പക്ഷെ കർത്താവ് ഒന്നും പറഞ്ഞില്ല. ഞാൻ നെക്സ്റ്റ് ഡേ 1,00,000 രൂപ അങ്കിളിന് ട്രാൻസ്ഫർ ചെയ്തു. ഇറ്റസ്വിനി അങ്കിള് പറയാൻ പെർമിഷൻ തന്നോട്ടെ ഞാൻ പറഞ്ഞു. അങ്കിളൊരു പ്രാർത്ഥന, അപ്പൊ അങ്കിള് ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കുക? ഞാൻ പറഞ്ഞു, ഞങ്ങളെ എനിക്ക് നാട്ടിലൊരു വീട് വേണമെന്നുണ്ട്, എനിക്ക് വീടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചു, 2010 ഞാൻ കല്യാണം കഴിച്ചു. കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന എന്റെ ഭാര്യ അമ്പിളി, പാസ്റ്റർ മോള, പാപ്പ അവര് തൃശ്ശൂരിലാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. ദേവസ്യാമിലെ സാറിലൂടെയാണ് ആ വിവാഹബന്ധം വരികയും ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യുന്നത്. കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ പോകുമ്പോ, എന്റെ ആ വീട്ടിൽ ട്രിവാൻഡ്രം വീട്ടിൽ പോകുമ്പോ ചേച്ചി ഒരു ഉരുളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കുമല്ലോ, ഒരു പാത്രം തന്നിട്ട് പറഞ്ഞു, ഫസ്റ്റ് നൈറ്റാണ് കല്യാണം കഴിഞ്ഞിട്ട്, മഴ പെയ്യും, വെള്ളം മൊത്തം റൂമിലാക്കി വരും, ഈ ഉരുളി പാത്രം വെച്ചോ, മഴ വെള്ളം വരുമ്പോ ദേഹത്ത് വീഴാതെ പിടിച്ചുകൊണ്ട് കിടന്നായിരുന്നു. സത്യമായിരുന്നു. വെള്ളം മൊത്തം അകത്ത് വീഴുന്ന വീടാ, വലിയ വീടാ, നല്ല വീടാ, പഴയ വീടാ, ഒത്തിരി പഴയ. അതേപോലെ അമ്പിളിയും കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് സ്റ്റാഫ് നേഴ്സ് റിസൈൻ ചെയ്തിട്ട് വലിയ ആവേശമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ വരണമെങ്കിൽ ജോലി റിസൈൻ ചെയ്യണം, ഡാലും റൊട്ടിയും കഴിച്ച് നമ്മൾ ജീവിക്കുന്ന കർത്താവിന്റെ വേലയാണിത്, ഇവിടെ വേറെ സ്വപ്നങ്ങളില്ല. അവള് ഇസ്രായേലിൽ പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഇസ്രായേലും ഇല്ല, നമ്മൾ ഫുൾ ടൈം കർത്താവിന്റെ വേല ചെയ്യും. ഭയങ്കര ആവേശ പ്രസംഗമൊക്കെ നടത്തി അവളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ഡൽഹി വരുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്ന വീടില്ല താമസിക്കാൻ, ചർച്ച് ഹോളിൽ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഒറ്റ ഹോളാ, 3rd ഫ്ലോറാ. മെയ് മാസം 49-50 ഡിഗ്രി ചൂട്, ഉറങ്ങാൻ പറ്റത്തില്ല, കൂളറില്ല, AC ഇല്ല, ഒന്നുമില്ല. ടെറസിന്റെ മുകളിൽ മെത്തെ പോയി വെള്ളം ഒഴിക്കും. എനിക്ക് ശീലമുള്ള മെത്തെ വെള്ളം ഒഴിക്കും, ബെഡ്ഷീറ്റ് വെള്ളത്തെ മുക്കും, മൂടിക്കിടന്ന് ഉറങ്ങും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉറങ്ങണ്ടേ. കർത്താവിന്റെ കൃപ അവള് കൂടെ നിന്നു. സോ അങ്ങനത്തെ സാഹചര്യത്തിലൂടെ കർത്താവിന്റെ വേല ആ സമയങ്ങളിൽ ചെയ്തത്. അപ്പൊ എന്റെ വീട് ഈ കോവിഡ് സമയത്ത് വന്നപ്പോ ആ വീടിന്റെ
അപ്പൊ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ താമസിക്കാൻ വീട്ടിൽ ഞങ്ങൾ അടുത്ത് ഹോപ്പ് ഇൻ ജീസസ് എന്ന് പറയുന്ന ചർച്ച് ഉണ്ട്. ഡോക്ടർ എസ് ടി മനമോഹൻ അങ്കിൾ, എന്നെ മോനെ പോലെ സ്നേഹിക്കുന്ന അങ്കിളാ. അദ്ദേഹത്തിന്റെ മകൻ പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ ബാംഗ്ലൂരിലുള്ള. അപ്പൊ അവിടെ ചർച്ചിൽ എനിക്കൊരു റൂം തന്നിട്ടുണ്ട്. അവിടെ ഞാൻ പോയി താമസിക്കുന്നു, ഗസ്റ്റ് ഹൗസിൽ. എന്റെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. എനിക്കൊരു ദുഃഖമായിരുന്നു, എനിക്ക് നാട്ടിൽ പോകുമ്പോൾ താമസിക്കാൻ എനിക്കൊരു സ്ഥലമില്ലല്ലോ. അപ്പൊ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ എനിക്കൊരു വീട് വേണ്ടി പ്രാർത്ഥന. അങ്കിൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അങ്കിള് പറഞ്ഞു, അങ്ങളൊന്നും പറഞ്ഞില്ല, അങ്കിൾ പ്രാർത്ഥിച്ചു. യു ഡോണ്ട് ബിലീവ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ആർമി ഓഫീസർ എന്നെ വീട്ടിൽ വരികയാണ്. കോവിഡിന്റെ മൂർധന്യ അവസ്ഥയിൽ ഒരു ഞങ്ങൾക്ക് ആർമി ചർച്ചുണ്ട്, കർത്താവിന്റെ കൃപയിൽ ആർമിയിൽ ഞങ്ങൾക്ക് ചർച്ചുണ്ട്, ആർമി കടലിൽ മിനിസ്റ്റർ. ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു 3 ലക്ഷം രൂപ ചെക്ക് എനിക്ക് എഴുത്തിരിക്കാം. അപ്പൊ അങ്കിളിനോട് ഞാൻ ഉടനെ ചോദിച്ചു, അങ്കിളിന് കഴിഞ്ഞ ആഴ്ച പൈസ ഒന്നും എനിക്ക് 3 ലക്ഷം രൂപ. അങ്ങനെ പറഞ്ഞ് ആ 1 രൂപ ഒറ്റ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് വീട് വെക്കാൻ വേണ്ടിയാ. ഒരു ഒരാളിനെ പോയി കാണണം, ഒരു കോൺട്രാക്ടറെ പോയി കാണണം, അഡ്വാൻസ് കൊടുക്കണം, വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെക്കണം. 3 ലക്ഷം രൂപ വീട് വെക്കാൻ പറ്റും. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ ഒരു കോൺട്രാക്ടറെ കണ്ടു, ഒരു ഡിസൈൻ വരപ്പിച്ചു, 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു വന്നു. അടുത്ത 9 മാസം കഴിയുമ്പോൾ ട്രിവാൻഡ്രത്ത് എന്റെ വീട് 2 നില കെട്ടിടം റെഡിയായി. PG വർഗീസ് സംഘ അടക്കം കേരളത്തിലെ ശക്തന്മാരായ ഒരുപാട് അഭിഷക്തന്മാർ വന്ന് പ്രാർത്ഥിച്ച് 1 രൂപ കടമില്ലാതെ, ഒരു ലോൺ എടുക്കാതെ, 1 രൂപ കടമില്ലാതെ, ഒരു ലോൺ എടുക്കാതെ 2 നില കെട്ടിടം അവിടെ വയ്ക്കാൻ കോവിഡിന്റെ ഇടയ്ക്ക് 9 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിച്ചു. അത്ഭുതകരമായി. അതായത് പിന്നെ കർത്താവ് വഴി തുറന്നതിന്റെ ഡോറുകൾ തുറന്നത് അസാധാരണമായിട്ടാണ്. സോ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ ചെയ്താൽ, അനുസരിച്ചാൽ ദൈവം തുറക്കുന്ന വഴികൾ അസാധാരണമായിരിക്കും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം നമുക്ക് വേണ്ടി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. സോ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ഒരു മിഷൻ സ്കൂൾ തുടങ്ങണം, എനിക്ക് അനേകം ട്രെയിൻ ചെയ്യണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തയ്യാറാക്കണം, അവരെ അയക്കണം. കാരണം ചർച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചർച്ച്, മെമ്പർഷിപ്പ് ഉള്ള ചർച്ച്, ആൾക്കാരെ കൂട്ടി വരിക എന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടിയിരുന്ന് ഇരുന്നോണ്ടിരിക്കുന്ന ചർച്ച് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അറിയത്തില്ല അങ്ങനെ ചർച്ച് ഷുഡ് ബി ദ സെൻഡിങ് ചർച്ച്. സഭ അയക്കണം, ബ്രാഞ്ച് ചർച്ചുകൾ തുടങ്ങണം. ചർച്ചിനകത്തുനിന്ന് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ശുശ്രൂഷകന്മാരെ എഴുന്നേൽക്കണം, മിഷണന്മാരെ എഴുന്നേൽക്കണം, നമ്മൾ അയക്കണം. അല്ലെങ്കിൽ ആ ചർച്ച് ഒരു പ്രസ്ഥാനമായ ഒരു പ്രോഗ്രാമായി, ഒരു റിലീജിയസ് സെന്റർ ആയിട്ട് അങ്ങ് ഒതുങ്ങിപ്പോകും. മെമ്പർഷിപ്പ് ഉള്ള ഒരു ക്ലബായി മാറിപ്പോകും. ചർച്ചിനകത്തുനിന്ന് ആൾക്കാർ എഴുന്നേൽക്കണം, സുവിശേഷവുമായി പോകണം. എന്റെ ഭയങ്കര ഡിസയർ. എന്റെ 2018-19 സമയങ്ങളിൽ പൗലോസ് അങ്കിളുമായിട്ട് എനിക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്കിൾ എന്റെ വീട്ടിൽ വന്ന് ഇവിടെ താമസിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യും, ഗുജറാത്തിലും ഡൽഹിയിലും ഒക്കെ. അപ്പൊ അങ്കിളുമായിട്ടുള്ള ആ ഒരു യാത്രകളും അങ്കിളുമായിട്ടുള്ള താമസമൊക്കെ എനിക്ക് ഭയങ്കര അനുഭവങ്ങളാണ്. PG വർഗീസ് അങ്കിളുമായിട്ടുള്ള സ്പിരിച്വൽ റിലേഷൻ എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അങ്ങനെയുള്ള പിതാക്കന്മാരുമായിട്ട് കർത്താവ് തന്ന ബന്ധങ്ങൾ, അവരുമായിട്ടുള്ള സുവിശേഷ അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. അവരൊക്കെ ലൈഫ് ഉള്ളവരാണ്. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ജീവിതത്തെ സാക്രിഫൈസ് ചെയ്തവരാണ്, വിറ്റ് കളഞ്ഞവരാണ്. അങ്ങനെയുള്ളവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലെ, നമ്മൾ ഇച്ചിരി അഹങ്കരിച്ചാൽ നമുക്കൊരു തട്ട് തരാനും, നമ്മൾ ഡൗൺ ആയി പോയാൽ നമ്മളൊന്ന് ഉയർത്താനും നമുക്ക് അത്തരം പിതാക്കന്മാരുള്ളത് എത്ര അനുഗ്രഹമാണ്, എത്ര നന്മയാണ് ദൈവരാജ്യത്തിനകത്ത്. ആമേൻ, ഹല്ലേലൂയ. സോ കർത്താവിന്റെ കൃപയാൽ കർത്താവ് ആ സമയത്ത് അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു മിഷൻ സ്കൂൾ തുടങ്ങാൻ ഗുജറാത്തിലുള്ള പാസ്റ്റർ PA സാമുൽ അങ്കിൾ അതിനകത്ത് എന്നെ സഹായിക്കുകയുണ്ടായി. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ആ മിഷൻ സ്കൂൾ തുടങ്ങാൻ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്ത് അസാധാരണമാണ്. ഞങ്ങളുടെ ചർച്ചിനകത്ത് കോവിഡിന്റെ ഇടയ്ക്ക് രക്ഷിക്കപ്പെട്ട സഹോദരൻ വന്നു. മുഴുക്കുടിയൻ നേപ്പാളി കൃഷ്ണ ബഹദൂർ ലാംബ, മുഴുക്കുടിയൻ. രാവിലെ മുതൽ രാത്രി ഓടെ കിടക്കുന്ന മനുഷ്യനാണ്. കോവിഡ് കഴിഞ്ഞ് ചർച്ച തുടങ്ങിയ സമയത്ത് പുള്ളി ഭാര്യ നിർബന്ധിച്ച് ഒരു സൺഡേ കൊണ്ട് ആ സൺഡേ രക്ഷിക്കപ്പെട്ടു. അടുത്ത ആഴ്ച ഞങ്ങൾ മിഷൻ സ്കൂളിൽ ചേർത്തു. 4 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കൂടെ നിർത്തി അദ്ദേഹത്തെ ഞങ്ങൾ പാസ്റ്ററാക്കി.
ഞങ്ങള് ഡൽഹിയിൽ ഒരു ബ്രാഞ്ച് ചർച്ച്, ആദ്യത്തെ ചർച്ച് ഇപ്പൊ 200-ലധികം പേര് വിശ്വാസികളുണ്ട്. ചെറിയ സമയം കൊണ്ട് അടുത്തൊരാള്, ഒരു പെങ്കൊച്ച്, അവള് പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ഹസ്ബൻഡ് വൈഫിനെ രാവിലെ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ കൊണ്ടുവിടും, വൈകുന്നേരം വിളിച്ചോണ്ട് വരും. ഒരു ദിവസം 6000-7000 രൂപ, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അതൊരു ജുഗ്ഗിയാണ്. ജുഗ്ഗി എന്ന് പറയുന്ന സ്ലം ഏരിയ ആണ്. അവരങ്ങനെയാ ചെയ്യുന്നത്. പാവം പിള്ളേർക്ക് അറിയത്തില്ല. ഇതൊരു ഓർഫൻ പെൺകുട്ടി, അവളെ കല്യാണം കഴിച്ചു മാവക്കാരത്ത് ഇതിന് വേണ്ടി കൊണ്ടുവരാൻ നമുക്ക് അറിയത്തില്ല. അവൻ ഡ്രഗ് ഡീലറാണ്, ഇവള് പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ഒരിക്കൽ അവരുടെ ഒരു ബന്ധു പറഞ്ഞിട്ട് ചർച്ചിലേക്ക് വന്നു. ഞങ്ങൾ അവരെ സ്നേഹിച്ചു, അപ്പന്റെ അമ്മയുടെ സ്ഥാനത്ത് അവരെ സ്നേഹിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഇന്നർ ഹീലിംഗ് ഫിനിസ്റ്റ്വിൻ പാസ്റ്റർ ഇന്നർ ഹീലിംഗ് മിനിസ്റ്റർ സമയത്താണ് അവർക്ക് ഒരു വലിയ ഡെലിവറൻസ് ഉണ്ടായി. ഞങ്ങളുടെ മിഷൻ സ്കൂളിൽ ചേർന്നു, അവർ പഠിച്ചു. അവരിന്ന് UP-യിൽ 7 സഭകൾ സ്ഥാപിച്ചു. ഇപ്പൊ ഡൽഹിയിൽ വന്ന്, UP-യിലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഡൽഹി വന്ന് അടുത്തൊരു ചർച്ചിലെ ശുശ്രൂഷകരായിട്ട് അവർ നിൽക്കി. UP-യിൽ 7 സഭകൾ അവർ സ്ഥാപിച്ചു. മധ്യപ്രദേശിൽ ഒരു സ്ഥലമുണ്ട്, സത്ന ഡിസ്ട്രിക്റ്റില്, മയ്യർ സത്ന. ആ സ്ഥലത്ത് സത്നയിലാണ് ഒരു ബെഗേഴ്സ് കോളനി ഉണ്ട്. ബെഗേഴ്സ് കോളനി, എല്ലാവരും പിച്ചക്കാരാണ്, കൂടുതൽ ആൾക്കാർ. അതിനകത്ത് നിന്ന് കുറെ സഹോദരന്മാരെ വന്ന് ഞങ്ങൾ ട്രെയിൻ ചെയ്തു, മിഷൻ സ്കൂളിനകത്ത് ട്രെയിൻ ചെയ്തു. പിച്ചക്കാര് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനകത്ത് കയറി ഷട്ടൂര് തറ തുടച്ചിട്ട് പൈസ ഒതുക്കുന്ന പിള്ളേർ. അവർ ഞങ്ങൾ ഡ്രഗ്സ്, എല്ലാം ഡ്രഗ് അഡിക്റ്റ്. ഇവിടെ ഭയങ്കര ടെൻഷൻ, ഭയങ്കര റിസ്ക് ഉള്ള കേസാണ്. കർത്താവിന്റെ കൃപയാൽ അവര് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. അവരെല്ലാം ഇന്ന് മിഷൻ ചർച്ച് പ്ലാന്റേഴ്സ് ആണ്, പല ചർച്ചുകൾ സ്ഥാപിച്ചു. അവരെ ഇന്ന് കണ്ട തിരിച്ചറിയത്തില്ല. അവർ ടിപ് ടോപ്പായി മിടുക്കന്മാരായി, നല്ല പ്രാസംഗികന്മാര്, നല്ല വർഷിപ്പ് ലീഡേഴ്സ്, നല്ല പ്രാർത്ഥിക്കുന്നവർ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന പ്രയർ വാരിയേഴ്സ്. അങ്ങനെ ഒരു സൈന്യം പോലെ ഒരു ഗ്രൂപ്പ് മധ്യപ്രദേശിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. UP-യിൽ കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ച് പ്ലാൻ ചെയ്യും. ഇപ്പോൾ സാഹചര്യം വ്യത്യസ്തമാണ്, എങ്കിലും കർത്താവ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്: നമ്മളൊരാള് കർത്താവിന് വേണ്ടി സമർപ്പിച്ചാൽ, കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും, വിശ്വാസത്താൽ ജീവിക്കാൻ നമ്മുടെ അകത്ത് റോങ് ഇന്റൻഷൻസ് ഇല്ലാതെ ശരിക്കും കർത്താവിന്റെ വിളി കേട്ട് കർത്താവിന് വേണ്ടി സമർപ്പിച്ചാൽ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ കാണിക്കുന്ന ദർശനം പൂർത്തീകരിക്കാൻ ദൈവം മതിയായവനാണ്. എനിക്കൊരു വിഷയമുണ്ട്, ഒരു ദർശനം കർത്താവ് തന്നിട്ടുണ്ട്. എനിക്കറിയാം കർത്താവ് നിശ്ചയമായിട്ടും അത് പൂർത്തീകരിക്കും. ഇന്ത്യ ഒരു വലിയ ഉണർവിനെ കാണും, ഒരു വലിയ കൊയ്ത്തിനെ കാണും. ഒരുപാട് പിതാക്കന്മാർ കണ്ണുനീരൊഴുക്കിയത്, രക്തമൊഴുക്കിയത്, വിയർപ്പൊഴുക്കിയത്, ഇന്ത്യയുടെ നെടുകയും കുറുകയും നടന്ന് പ്രാർത്ഥിച്ചത്, വിതച്ചെങ്കിൽ കൊയ്യത്തില്ലേ, വിതച്ചത് കൊയ്തിരിക്കും. കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു കൊയ്ത്തുണ്ട്, ഇന്ത്യയിൽ ഒരു വലിയ കൊയ്ത്തുണ്ട്. ഇന്നത്തെ സാഹചര്യവും കാലാവസ്ഥ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയ കൊയ്ത്ത് ഇന്ത്യയിൽ സംഭവിക്കും. ആ കൊയ്ത്തിന് വേണ്ടി, ആ ഉണർവിന് വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ, ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇന്ത്യയിൽ സംഭവിക്കും, UP-യിൽ സംഭവിക്കും, രാജസ്ഥാനിൽ സംഭവിക്കും, ഡൽഹിയിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ എല്ലാം അസാധാരണമായ ഒരു ദൈവത്തിന്റെ ഹാർവസ്റ്റ്, ഒരു റിവൈവൽ, ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് ഒരു തലമുറ എഴുന്നേൽപ്പിക്കുകയാണ്. സയൻസ്, വണ്ടേഴ്സ് ആൻഡ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ സംഭവിക്കും. പ്രകൃത്യാതീതമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത, നിഷേധിപ്പാൻ കഴിയാത്ത ദൈവപ്രവൃത്തികൾ ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുക, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ. എനിക്ക് പക്ഷേ കോവിഡ് സമയത്ത് ഒത്തിരി പ്രാർത്ഥനകൾ, ഇതുപോലത്തെ അരോമ TV പോലെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്തോരം സാക്ഷ്യങ്ങൾ നമ്മളെ ബലപ്പെടുത്താൻ കർത്താവ് നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ്. നമ്മൾ സാധാരണക്കാരായിട്ട് ഇരിക്കാൻ വേണ്ടി അല്ല ഇത് കർത്താവ് ചലഞ്ച് ചെയ്യുന്നത്. ഇത് കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നത്, നമ്മൾ നമ്മുടെ കംഫോർട്ട് സോൺ വിട്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരായി മാറണം. നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മളെ എൻകറേജ് ചെയ്യണം, പ്രചോദിപ്പിക്കുകയാണ്. നമ്മളും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. നമുക്കൊരു വിളിയുണ്ട്. ദൈവരാജ്യത്തിനകത്ത് ആരും വെറുതെക്കാരല്ല, ആരും ചുമ്മാ കർത്താവ് വിളിച്ചതല്ല. നമുക്കൊരു വിളിയുണ്ട്, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തും ഒരു ആവേശം ഉണ്ടാകട്ടെ. ഒരിക്കൽ ഞാനൊരു മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. അപ്പൊ മലയിൽ വേറൊരു വിശ്വാസം നടക്കുന്ന സ്ഥലമാണ് മല, നേപ്പാൾ ബോർഡർ. മലയുടെ മുകളിൽ ചെന്നപ്പോ ഒരു കറുത്ത പാറയാണ്. ആ പാറയാണ് വിശ്വാസം. അവിടെ ഒരു ആൽമരമുണ്ട്.
ആൽമരത്തിൽ ജനം കയറത്ത് തല കീഴായി കെട്ടി തൂങ്ങി കിടക്കുക. എന്നിട്ട് കല്ലുകൊണ്ട് ശരീരം മുറുക്കിയാണ്, ഇടിച്ചു മുറിക്കുമ്പോൾ രക്തം ഇങ്ങനെ ഒഴുകി ഈ കറുത്ത പാറയെ വീഴുമ്പോൾ പാപം ക്ഷമിക്കപ്പെടുക. ഞാൻ ചെന്ന് കയറുമ്പോ തല കറങ്ങി വീണു. ഞാൻ രക്തമഴ പോലെ നൂറുകണക്കിന് പേര് ആൽമരത്ത് തലകീഴായി തൂങ്ങിക്കിടക്കുവാൻ രക്തം ഇങ്ങനെ ഇറ്റിട്ട് വീഴുകയാണ്. പാറയിൽ ഒഴുകി ആ ബ്ലഡ് ചെറിയ ഒരു ഒഴുക്ക് പോലെ ഒഴുകി അടുത്ത നദിയിലേക്ക് പോവുകയാണ്. ഞാൻ ഒരുപാട് മതങ്ങൾ അവരുടെ സംവിധാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, ഏറ്റവും കൂടുതൽ എരിവ് കുറഞ്ഞ ഒരു ടീം നമ്മളാണ്. കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഒരു വചനം എങ്ങനെയാണ്, ആത്മാവിന്റെ എരിവോടെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിക്കുക. മറ്റു മതങ്ങളൊക്കെ എന്തോ ഒരു എരിവ അവരുടെ കാര്യത്തിനകത്ത്. റോമലേഖനം 10 പറയുന്നില്ലേ, അവർ പരിജ്ഞാനമില്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരാണെന്ന് പറയുന്നില്ലേ. നമുക്ക് മല കയറണ്ട, രക്തമൊഴുക്കണ്ട, ഒന്നും ചെയ്യണ്ട, കർത്താവ് എല്ലാം ചെയ്തതാണ്. നമുക്ക് ഇത്ര വലിയ രക്ഷ കിട്ടിയിട്ട് ഇത്ര വലിയ നമ്മൾ ഇതിനെ വില കുറച്ച് കാണുവാണോ? നമുക്ക് ആ എരിവില്ലേ, നമ്മുടെ അകത്തൊരു എരിവുണ്ടാവും, ഒരു സീലുണ്ടാകണം, എരിവുണ്ടാകണം. കർത്താവിന് വേണ്ടി ഒരു ആവേശം, ഒരു എരിവ്, വചനാടിസ്ഥാനമായ ഒരു എരിവ് നമ്മുടെ അകത്തുണ്ടാകണം. നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി മാറണം. അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ആമേൻ. ഇന്ന് കർത്താവിന്റെ വലിയ കൃപയാൽ അനേകരെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ, അനേകരെ സുവിശേഷകന്മാരാക്കുവാൻ ഇന്ന് ഞങ്ങളുടെ ചർച്ചകത്ത് മുഴുവൻ ഇതാ സംഭവിക്കുന്നത്. ചലഞ്ച് ചെയ്യുവാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. കർത്താവിന് വിലക്കാരൻ എല്ലാവരും ശുശ്രൂഷിക്കുന്നവരാണ്. അധികം പേരും വർഷിപ്പ് ചെയ്യുന്നവരോ, പ്രാർത്ഥിക്കുന്നവരോ, ശുശ്രൂഷിക്കുന്നവരോ, ഏതെങ്കിലും നിലവാരത്തിൽ കർത്താവിന് വിലയുടെ ഒരു ഭാഗമായി നിൽക്കുന്നവരാണ്. അല്ലാത്തൊരു സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. സോ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് സഹായിച്ചു. ഇതിന് പിന്നിൽ ഒരുപാട് ആത്മീക അനുഭവങ്ങൾ ഇന്നും കർത്താവ് നൽകിയാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മൾ പ്രയാസപ്പെട്ടു പോകാറുണ്ട്. പക്ഷെ ആ സമയത്ത് ആ റൈറ്റ് ടൈമിൽ കർത്താവിന്റെ പ്രവൃത്തിയെ കാണാൻ നമുക്ക് കർത്താവ് സഹായിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ, വലിയ ദൈവപ്രവൃത്തികൾ. കർത്താവ് തുറക്കുന്ന വഴികൾ മനുഷ്യന്റെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഒക്കെ പോകുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും സന്തോഷം, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരാളിനോട് സുവിശേഷം പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ഹല്ലേലൂയ. പിശാചിന്റെ വാക്യത്തിൽ നിന്ന് ഒരുത്തിനെ പിടിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ആവേശം. ആമേൻ. ഹല്ലേലൂയ. അനേക ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ. ഇന്ന് ഞങ്ങളുടെ സുവിശേഷം ചെയ്യുന്ന എല്ലാവരുടെ ലൈഫ് ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന പെൺകൊച്ചി ഇന്ന് നിന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ഇന്ന് കർത്താവിന് വേണ്ടി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കാണുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് കരയാറുണ്ട്. കർത്താവേ, എവിടെ ആയിരിക്കേണ്ടവരാ, എങ്ങനെ കിടക്കേണ്ടവരാ, എന്താകേണ്ടവരാ, ഇതുവരെ എന്തോ ആൾക്കാർ കിടക്കുവാ, ഇനി ഇതുപോലെ എന്തോരോ ആൾക്കാർ കിടക്കുവാ ഇനി. ഹല്ലേലൂയ. നമ്മുടെ അകത്തൊരു ആത്മഭാരം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, അനേകരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ അകത്തും ഒരു ആത്മഭാരം ഉണ്ടാകുവാൻ ഈ ചെറിയ ടെസ്റ്റ് മണി, ഈ ചെറിയ സാക്ഷ്യം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. എൻ്റെ ഒരു എളിയ സാക്ഷ്യമാണ്, ചെറിയ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. പക്ഷെ ഈ സാക്ഷ്യം പറയാൻ കാരണം, ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ അകത്തും കർത്താവിന് വേണ്ടി ഒരു ഉത്സാഹം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് തരട്ടെ. ആത്മാവിന്റെ എരിവോടെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിക്കാം. കർത്താവിന്റെ വരവ് ഒത്തിരി അടുത്തിരിക്കുകയാണ്. ഈ ബൈബിൾ നമുക്ക് റിയൽ ആകണം. ഈ ബൈബിളിലെ ഓരോ സംഭവങ്ങളും നമുക്ക് റിയൽ ആകണം. ബൈബിളിന്റെ അകത്ത് ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവനാണ്, കർത്താവ് സർവശക്തനാണ്. നമുക്ക് പരമാവധി കർത്താവിന് വേണ്ടി പ്രേരണപ്പെടാം. ഒരിക്കൽ കൂടി പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. അരോമ ടിവിക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബി വിത്ത് യു. ഷാലോം. താങ്ക് യു സോ മച്ച്. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജ്മോഹൻ. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാക്ഷ്യം. അതൊരു സാക്ഷ്യം മാത്രമല്ല, അത് ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അനുഭവിച്ചറിഞ്ഞ ആ അനുഭവങ്ങളുടെ ആർക്കും കണ്ണിക്കാൻ പറ്റാത്ത ഒരു സാക്ഷ്യമെന്ന് വേണമെങ്കിൽ
കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങളെ പറയുവാൻ തക്കവണ്ണം കഴിയും. ദൈവം നടത്തിയ ശ്രേഷ്ഠകരമായ അത്ഭുത വഴികൾ അത് വാക്കുകളിലല്ല, ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ പാതകൾ, പിന്നിട്ട പാതകളൊന്ന് തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഭാഗ്യകരമായ അനുഭവം കർത്താവ് ഒരുക്കി തന്നു. അത് നിമിത്തം ആദ്യം പറഞ്ഞു, സ്വന്തം പിതാവ് റേഷൻ കാർഡിൽ നിന്ന് പേര് കട്ട് ചെയ്ത ആ ഒരു അനുഭവം. അവിടെ തുടങ്ങി ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ ഒരു രംഗം, പിന്നത്തേതിൽ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന ആ ഒരു അനുഭവം. സ്വന്തം മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ നമ്മളെ പുറത്താക്കുമ്പോൾ അടുത്തൊരു ഭവനം നമുക്ക് വേണ്ടി അവിടെ തുറക്കപ്പെടുകയാണ്. അത് യേശു ആണ് ആ ഭവനത്തിൻ്റെ ഗൃഹനാഥൻ. ആ ഭവനത്തിൽ പ്രവേശിക്കുവാനും അവിടെ കർത്താവിൻ്റെ മകനായി, കർത്താവിൻ്റെ ഒരു ശുശ്രൂഷക്കാരനായി കർത്താവ് അവിടെ അഭിഷേകം ചെയ്ത് വ്യത്യസ്ത നിലകളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ദൈവം അയച്ച് ദൈവം തൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നു. അതെ, ഗ്രാമങ്ങളിൽ, അനേക ഇടങ്ങളിൽ, പട്ടണങ്ങളിൽ, വിദേശത്ത്, വിവിധ ഭാഷക്കാരുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയെ അത് പരത്തുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. നല്ല തീഷ്ണതയോടുകൂടി ജീവിതത്തിൽ പകർന്നു കിട്ടിയതായ വെളിച്ചം, ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചതായ ആ ഒരു ഊർജം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒട്ടും ചോർന്നു പോകാതെ അനേകർക്കത് പകർന്നു കൊടുക്കുവാൻ, അനേകരെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുവാൻ പര്യാപ്തമായ നിലയിൽ കർത്താവ് പിന്നെയും അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൻ്റെ അന്ധതമസ്സിൽ തപ്പിത്തടയുന്ന അനേക യൗവനക്കാർ, മദ്യത്തിനും മയക്കുമരുന്നിനും പാപവഴികളിലും വ്യഭിചാരശാലകളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് യുവമിഥുനങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീരേണ്ടതിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു സാധാരണ ശബ്ദമായി കേൾക്കാതെ പകരം അനേകരെ വിടുതൽ ഇതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കർത്താവെ എന്നെയും അങ്ങ് അയക്കണമേ, എന്നെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ പര്യാപ്തമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവനാമം നമ്മിലൂടെയും മഹിമപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യും. അതുപോലെ ഇന്ന് ധാരാളം ദൈവസഭകൾ, ദൈവദാസൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ അതൊരു ട്രഡീഷണൽ ചർച്ച് പോലെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സഭയ്ക്കകത്ത് യൗവനക്കാർ, ദൈവമക്കൾ, കർത്താവിൻ്റെ വചനം ശക്തമായി ശുശ്രൂഷിക്കുന്നവരും കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുന്നവരും സുവിശേഷാത്മാവുള്ളവരുമായി തീരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി അവസരങ്ങളെ ഒരുക്കാം. ദൈവസഭകൾ ആ നിലയിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇടയായി തീരുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം. നമ്മളായിരിക്കുന്ന ഇടത്തൊരു നിമിഷം ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഈ ജീവിതാനുഭവം കർത്താവെ, എന്നോട്, എൻ്റെ കുടുംബത്തോട്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയോട്, ദേശത്തോട് അങ്ങ് സംസാരിച്ച ദൈവശബ്ദമാകുന്നു എന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. സ്തോത്രം. അബ്ബാ പിതാവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന യേശുവേ, നല്ല സമയത്തിനായി അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കായി സ്തുതിക്കുന്നു, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ ട്രാപ്പിനകത്ത് പെട്ടുപോകാതെ, പാപത്തിന്റെ കുഴിക്കകത്ത് വീണു പോകാതെ കർത്താവെ, ഒരു തലമുറ കർത്താവിനെ സേവിക്കുവാൻ, ഒരു റെമനന്റ്, ഒരു ശേഷിപ്പ് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു യേശുവേ. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ, വാട്ടവും കറയും മാലിന്യവുമില്ലാത്ത അങ്ങനെ തേജസ്സേറിയ മണവാട്ടി സഭ, സർവാംഗ സുന്ദരിയായ ഊനമില്ലാത്ത കർത്താവിന്റെ മണവാട്ടി സഭ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവമേ അങ്ങ് സഹായിക്കുന്ന, പരിശുദ്ധാത്മാവ് അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവിന്റെ അകത്തെല്ലാം ഒരു സുവിശേഷ തീഷ്ണത ഉണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കാൻ, അറിഞ്ഞ സത്യത്തെ പ്രസംഗിക്കാൻ യേശുവേ ഞങ്ങളുടെ അകത്തൊരു തീഷ്ണത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന. ഒരു തലമുറ അതിനു വേണ്ടി എഴുന്നേൽക്കട്ടെ കർത്താവെ. പണത്തിന് പിന്നാലെയും
അല്ല ജോലിക്ക് പിന്നാലെ മാത്രം ഓടാതെ കർത്താവെ അങ്ങേക്ക് വേണ്ടി കൂടെ അങ്ങയുടെ നാമത്തിനും അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി കൂടെ നിൽക്കുവാൻ അങ്ങ് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്ന യേശുവേ. ഹല്ലേലൂയ. കർത്താവെ കേൾക്കുന്നവരുടെ തലമുറകൾ ആരെങ്കിലും വഴിതെറ്റിപ്പോയെങ്കിൽ അവർ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുമാറാകട്ടെ. എല്ലാ ഭവനത്തിനകത്തുനിന്നും മിഷണറിമാർ എഴുന്നേൽക്കട്ടെ, അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, കർത്താവിന്റെ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി. കർത്താവെ, ഈ വചനങ്ങൾ അവർക്ക് അനുഭവമായി മാറുവാൻ, കർത്താവ് ഇതിനകത്ത് ജീവിക്കുവാൻ, അസാധാരണമായ ദൈവിക അനുഭവങ്ങൾ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. മഹത്വം കർത്താവിന്, സ്തുതിയും പ്രശംസയും കർത്താവിന്. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജ്മോഹൻ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളും ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരുള്ളതായ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്ന പ്രാർത്ഥനയിൽ രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.